കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ച് നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനെ സ്വർഗ്ഗരാജാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഈ കർമ്മേൽ പ്രയർ ആമേ ഗ്രൂപ്പിൽ കർത്താവെ ആമേ സൂമിൽ കർത്താവ് ആമേ ആയിരിക്കുന്നല്ലോ. ദൈവത്തിന് വലിയ സാന്നിധ്യം കൊണ്ട് കർത്താവെ ഇന്ന് രാത്രി ഞങ്ങളെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എടുത്ത് മാറ്റമില്ലാത്ത ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് പാട്ടുകൾ പാടുവാനും കർത്താവെ ആമേ സ്തോത്ര കർത്താവെ നിന്റെ മക്കളെ കർത്താവ് സഹായിക്കണം. കടന്നു വരുന്ന കർത്താവ് പ്രിയപ്പെട്ടവരെല്ലാവരെയും ആമേ ഒരുമിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ ആമേ എല്ലാവരെയും കൂട്ടിവരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്നത്തെ സൂമിൽ കർത്താവ് എല്ലാവരും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തിപരമായി സംസാരിക്കാനൊക്കെയും പരിശുദ്ധം സഹായിക്കണമെന്നുള്ള എല്ലാ സമയങ്ങളിലെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആദ്യം പരിശുദ്ധാത്മാവിന്റെ കരം ആമേ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് 2-3 നാമത്തിൽ കൂടി വരുന്ന മധ്യം ഞാൻ കർത്താവിന്റെ സാന്നിധ്യമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ആമേ തുടർന്ന സമയങ്ങളെ ശുശ്രൂഷകളെ കർത്താവ് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥിപ്പാൻ പാടുവാനൊക്കെയും കർത്താവിന്റെ മക്കളെ കർത്താവ് സഹായിക്കണം. കർത്താവിന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ജീവിതത്തിലെ ആമേ കുറവുകളെ ബലഹീനത ക്ഷമിക്കണം പ്രാർത്ഥിക്കുന്ന യേശു രക്തസ്ഥാനം പാമ്പ് വിശുദ്ധീകരിക്കുന്ന രക്തഹാബിന്റെ രക്തത്താൽ ഗുണകരമായി സംസാരിക്കുന്ന യേശു രക്തത്താൽ ഞങ്ങൾ കഴുകണം പ്രാർത്ഥിക്കണം. കൃപാസനത്തിന് അരികിൽ അടുത്ത് വരുന്നതാ ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക ആലോചനകൾ നൽകി തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണല്ലോ. കർത്താവിന്റെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമയങ്ങളെ പരിശുദ്ധാത്മ നിയന്ത്രിക്കണം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ജോൺസൺ ബ്രദർ പാട്ട് പാടുവാണെങ്കിൽ ഒരു പാട്ട് തുടങ്ങിക്കോ. സിസ്റ്ററൊക്കെ കയറിക്കോളും. സ്തോത്രം, സ്തോത്രം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാ കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുകേ. നല്ലവനാ കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരേ. തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. പിണേരുകൾ വീശും പിന്മാരിയെ മുറ്റുമവൻ. പിണേരുകൾ വീശും പിന്മാരിയെ മുറ്റുമവൻ. ഉണരുകയായി ജനകൂടികൾ തകരുമപ്പോൾ ദുശക്തികളും. ഉണരുകയായി ജനകൂടികൾ തകരുമപ്പോ ദുശക്തികളും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലും ഉയർത്തിടാം. വെള്ളിയും പൊന്നൊന്നുമല്ല
ക്രിസ്തേശുവിൻ നാമത്തിനാൽ വെള്ളിയും പൊന്നൊന്നുമല്ല, ക്രിസ്തേശുവിൻ നാമത്തിനാൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെന്നും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെന്നും ഉയർത്തിടാം. നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും, നിത്യ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും നാമെ തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. ആമേ തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം നീ പോലും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലും ഉയർത്തിടാം. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടക്കുമേ. മുടന്തുള്ളവർ കുതിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. ആമേൻ. മുടന്തുള്ളവർ കുതിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലും ഉയർത്തിടാം. നിന്നിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ? നിന്നിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ? എഴുന്നേറ്റ് നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. നാമേൻ എഴുന്നേറ്റു നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലും ഉയർത്തിടാം. കാഹളം കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതൻ പൊൻവീണകൾ മീട്ടിടാറായി. കാഹളം കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതൻ പൊൻവീണകൾ മീട്ടിടാറായി. യേശുതാൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. യേശുതാൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. സമാധാനമില്ല ഭൂമിയിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. സമാധാനമില്ല ഭൂമിയിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. ദൈവത്തിൻ പൈതങ്ങൾക്ക് ആനന്ദം ധരണിയിൽ ക്ലേശിപ്പാൻ ലേശം സാധ്യമല്ല. ദൈവത്തിൻ പൈതങ്ങൾക്ക് ആനന്ദം ധാരണിയിൽ ക്ലേശിപ്പാൻ ലേശം സാധ്യമല്ല. കാഹളം കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതൻ പൊൻവീണകൾ മീട്ടിടാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. തുടർന്നുള്ള ആമേ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ആമേ ശുശ്രൂഷ കടന്നു വരുന്ന എന്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് വർഷിപ്പ് ലീഡിയുടെ പ്രിയ വിശുദ്ധ ദാസിയൊക്കെയും
വേഗത്തിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആമേൻ ദൈവസഭയിലായിരിക്കാം. ആമേൻ തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെ ഓർത്തുകൊണ്ട് ആമേൻ സ്തോത്രം നമുക്ക് പ്രാർത്ഥനയെ തുടർന്നുള്ള സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. ആമേ വർഷിപ്പ് ചെയ്യുന്ന നമ്മെ സഹോദരിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേ സൂസൻ ഷാജി എന്ന് പറയുന്ന ആമേ തവമാനിലായിരിക്കുന്ന പ്രിയ ദേവദാസി വർഷിപ്പ് ചെയ്യേണ്ടതാണ്. ആ ദേവദാസി വേഗത്തിൽ വരേണ്ടതിനു വേണ്ടി ആമേ സ്തോത്രം ആമേ വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ ആ ദൈവദാസിയെ പരിശുദ്ധം സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആമേ നടക്കുന്ന ശുശ്രൂഷകളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആമേ സ്തോത്രം ഹല്ലേലൂയ. ആമേ ഇതിൽ തന്നെ ആമേ സ്തോത്രം ആമേ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് മേൽ ദൈവത്തിന്റെ കരം ചലിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന സമയങ്ങളിൽ ആമേ സ്തോത്രം വൃഥാവാക്കാതെ നമുക്ക് ആമേ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു. ബാബു ബ്രദറെ, ഇന്നത്തെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സിസ്റ്റർക്ക് കമ്പ്യൂട്ടറിൽ കയറാൻ പറ്റുന്നില്ല, ട്രൈ ചെയ്തോണ്ടിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, സന്ധ്യാവേളയിൽ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അവിടുന്ന് നൽകിയ വൻ കൃപയെ ഓർത്തങ്ങെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. ഈ പ്രയർ ഗ്രൂപ്പിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഗ്രൂപ്പിനെ സ്വർഗം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും പേരുവരായി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളുമായി കർത്താവേ, ഹല്ലേലൂയ, തിരുസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങളുടെ മേൽ സ്വർഗം ഇന്ന് അത്ഭുതം പ്രവർത്തിക്കണം, വിടുതലയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലിന്റെ സാക്ഷ്യം കേൾക്കുവാൻ സ്വർഗം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ മീറ്റിങ്ങിനെ സ്വർഗം അനുഗ്രഹിക്കണമേ. കർത്താവേ, ഹല്ലേലൂയ. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇതിൽ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നടത്തുന്ന കർത്താവേ, ഹല്ലേലൂയ, ഗ്രേസി സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളെ അധികമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്നെ കുടുംബമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഹല്ലേലൂയ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവെ, പ്രിയ ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെ അധികമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരും നാളുകളിൽ ഹല്ലേലൂയ പിന്നെയും അങ്ങേക്ക് പ്രയോജനപ്പെടുമാറ് ദൈവത്തിന്റെ കരങ്ങളിൽ വഹിച്ചുകൊള്ളുമാറാകണമേ. കുടുംബമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗാനത്തിന് ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിയിരിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആത്മീയ ഗാനങ്ങളെ പാടുവാൻ, ഒരുമിച്ച് അങ്ങേ ആരാധിക്കുവാൻ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ബലപ്പെടുത്തണം, ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വചനം സംസാരിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ദൈവദാസനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം, വിടുതലയിക്കണം. ദാസനെ അധികാരപ്പെടുത്തുമാറാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദൈവവചനം അവിടുന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ പ്രയോജനപ്പെടുമാറ്, ഹല്ലേലൂയ ബലപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ വിട്ടുപോയ വ്യക്തികളെ, വിഷയങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ മീറ്റിങ്ങിനെ പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ വിശുദ്ധനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സിസ്റ്റർ ബ്രദറെ കണ്ടിന്യൂ ചെയ്യും, മധ്യസ്ഥ പ്രാർത്ഥന പോലെ കണ്ടിന്യൂ ചെയ്യുക. സിസ്റ്റർ കയറുവാണെങ്കിൽ ഒരു പാട്ട് പാടും. നെറ്റ് ഇഷ്യൂ ആ സിസ്റ്ററിന്. ഓക്കെ, നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. കേരളത്തിലെ ശുശ്രൂഷകർക്കായി പ്രാർത്ഥിക്കാം. കേരളത്തിലും കേരളത്തിന് വെളിയിലും ഭാരതത്തിലൊക്കെയും ഉള്ള സുവിശേഷീകരണത്തിലായിരിക്കുന്ന വ്യാപൃതരായിരിക്കുന്ന വിശുദ്ധന്മാരെ, അവരുടെ കുടുംബത്തെ, അവരായിരിക്കുന്ന ഇടങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതത്തിലെ ഒരു ദൈവീയ ശുശ്രൂഷകൾ വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. ഭാരതത്തിലെ റിവൈവൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്തൊക്കെ ഒരുപാട് മിഷണറിമാര് പീഡിപ്പിക്കപ്പെടുന്നു, അവർ ജയിലൊക്കെ ആയിരിക്കുന്ന അവസ്ഥകളുണ്ട്. അവരിൽ നിന്നൊക്കെ ജനത്തിനൊരു വിടുതൽ ആവശ്യമാണ്. അങ്ങനെ ഉള്ള ശുശ്രൂഷന്മാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ സാമ്പത്തികമായി ഒരുപാട് ഞെരുക്കം അനുഭവിക്കുന്ന ശുശ്രൂഷകന്മാരുണ്ട്.
അവരെ ദൈവം സഹായിക്കേണ്ടതിന് വേണ്ടി വഴികൾ തുറക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. വിഷയങ്ങളേക്ക് ഓർത്ത് കേരളത്തിന് ജോൺസൺ എന്ന് പറയുന്ന, ഒരു മിനിറ്റ്, ജോൺസൺ എന്ന് പറയുന്ന ഡിവൈസ് പാട്ട് പാടാനുള്ളതാണോ? മ്യൂസിക് കേട്ടു. ഇല്ലല്ലോ. സിജോ അല്ല, ഒന്ന് ഡിവൈസ് മ്യൂട്ടിട്ടെ. ജെഫിൻ ബ്രദറെ പ്രാർത്ഥിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹമായ ഈ സമയത്തിനായി സ്തോത്രം കർത്താവേ. എന്റെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ സോമിലേക്ക് കടന്നു വരുന്നു കർത്താവേ. നീ കൂടി വന്ന എല്ലാവരും ധാരാളം അനുഗ്രഹിക്കണമേ എന്ന് പരീക്ഷിക്കും കർത്താവേ. ഞങ്ങൾക്ക് ദൈവത്തോട് ഒരുമിച്ച് കൂടി വന്ന കർത്താവേ, മധ്യസ്ഥ പ്രാർത്ഥനകളായി കർത്താവ് ദൈവത്തിലായിരിക്കാൻ, ദേശത്തിന് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, നശിക്കുന്ന ജീവങ്ങൾക്ക് വേണ്ടി കർത്താവെ, അനേർക്ക് വേണ്ടി ഇടി നിൽപ്പാൻ കർത്താവ് ഇടിയാക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്ന് കർത്താവെ, നിന്നെ സ്നേഹിപ്പാൻ, നിന്നെ സ്നേഹിക്കുന്നവരുമായി കൂടി വരുവാൻ കർത്താവ് ഇടിയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ആളാം പ്രതി പേര് വരായി കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ഇന്ന് ഗാനം സൂക്ഷിക്കാന്ന് പറഞ്ഞ് കടന്നു വരാൻ കഴിഞ്ഞ ആ ഡിവൈസിലുള്ള സിസ്റ്റർക്ക് കടന്നു വരാൻ കഴിയാത്ത അവസ്ഥ നെറ്റിന്റെ പ്രശ്നത്താൽ പാരപ്പെടുന്നു കർത്താവെ. ദൈവം തക്ക സമയത്ത് ദൈവത്തിന് ഹിതം പോലെ നടത്തണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. പ്രതിയാൽ ഇന്ന് ആരാധന ലീഡ് ചെയ്യുന്ന പ്രതിയാൽ കർത്താവെ ദൈവമേ, ബഹുപ്രദനായ സ്തോത്രം കർത്താവെ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ മാനിക്കണമേ, കുടുംബം അനുഗ്രഹിക്കണമേ, ദൈവാസിന്റെ കുടുംബത്തിന് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അതുപോലെ കർത്താവെ, ഈ ഡിവൈസിനായി സ്തോത്രം ചെയ്യുന്നത്, പാടുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും ഇതിൽ കടന്നു വരുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. രോഗികളെ, ദുഃഖിതരും, കഷ്ടം അനുഭവിക്കുന്നു, ഭാരം അനുഭവിക്കുന്നു എല്ലാവരെയും ഏൽപ്പിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയം കർത്താവെ, കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു താവേ. കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുന്ന ദൈവവാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു താവേ. വിവിധ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു താവേ. കർത്താവെ, ദൈവ സുവിശേഷത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം കർത്താവെ. ദൈവമേ, ജയിലറിൽ പാർക്കുന്നുണ്ട്, സുവിശേഷം മർദ്ദന വഴി ഏൽക്കുന്നുണ്ട് കർത്താവ്. സുവിശേഷം വാതിലും വഴിയില്ലാതെ ഭാരപ്പെടുന്നുണ്ട്. അനേക ചർച്ചകൾ കർത്താവ് അടയുന്ന അവസ്ഥകളുണ്ട് കർത്താവെ. എല്ലാം ദൈവം കാണുന്നു കർത്താവെ. നിന്റെ പ്രവൃത്തി ഓരോരുത്തരും വെളിപ്പെടണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ദൈവം അറിയാതെ ഞാൻ ജീവിതത്തിൽ ഒന്നും കഴിവില്ല കർത്താവെ. കർത്താവെ ദൈവമേ, പത്രോസിന്റെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ സഭശ്രദ്ധയോട് പ്രാർത്ഥിവനെ വിടുവിച്ച ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവെ. ഞങ്ങളുടെ കേരളത്തിന് വേണ്ടി കർത്താവ് സുവിശേഷത്തിന്റെ വായിൽ അടയുന്നിടത്തെല്ലാം ദൈവം പ്രവർത്തിക്കും. പ്രത്യേക കർത്താവിന്റെ മഹാരാജ്ഞ വേണ്ടി എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. എല്ലാ സുവിശേഷ പ്രവർത്തനയും കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പി ദൈവ പ്രവൃത്തി വെളിപ്പെടണമേ, ദൈവ അനുഗ്രഹം വെളിപ്പെടണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങൾ അനേർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഇടിവിപ്പാൻ, പരസ്പരം ഓർത്ത് പ്രാർത്ഥിപ്പാൻ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവെ, ഈ ദിവസത്തിൽ പലർക്കും പല വിഷയത്താൽ കടന്നു വരുന്നുണ്ട്. അവരെല്ലാം ദൈവകരങ്ങളിലേക്ക് ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുകയാണ് കർത്താവെ. ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന സകല ദൈവമക്കളെയും ദൈവവാസന്മാരെയും എല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഇന്ന് വചനം ശുശ്രൂഷിക്കുന്ന ദൈവാസനെ കർത്താവെ നിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ദൈവമേ, വചനം കർത്താവ് ഏതാത്മാവിൽ എഴുതപ്പെട്ട അതേ ആത്മാവിൽ സംസാരിപ്പാൻ കർത്താവിടെ ആക്കണമേ. സ്വതേന്ന് കൈ നിന്നുള്ളതും കർത്താവെ മനുഷ്യമായതൊന്നും ഞാൻ കേൾക്കേണ്ട ആഗ്രഹമില്ല കർത്താവ്. ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ മാറ്റമില്ല പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വചനം ഞങ്ങൾ ക്രിയ ചെയ്യുവാൻ കർത്താവ്, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുന്ന പരിശുദ്ധാത്മാവിന്റെ ഞങ്ങളുടെ ഹൃദയങ്ങൾ വചനത്തിൽ കൂടെ ക്രിയകൾ ചെയ്യുവാൻ കർത്താവ് ദൈവാസനെടുത്ത് ഉപയോഗിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. കർത്താവ് നെറ്റിന്റെ തടസ്സങ്ങൾ ആർക്കുണ്ടാകരുത് എന്ന് അപേക്ഷിക്കും. കൂടപ്പെട്ട എല്ലാവരും ഒരു പ്രാവശ്യം കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. എല്ലാം കൊണ്ട് ദൈവനാമത്തിനകത്തിട്ട് കർത്താവ് പ്രാർത്ഥന യേശുവിനാം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥിച്ച ബ്രദറെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്നുള്ള വർഷത്തിന്റെ സമയത്തിലേക്ക് സമയമാണ്. IPC ബദൽ ചർച്ച് നൊമാൻ ശുശ്രൂഷിക്കുന്ന പ്രിയ ദേവദാസിയും സൂസൻ ഷാജി ഡിവൈസിലുണ്ടല്ലോ. പ്രിയ വിശുദ്ധദാസിയെ ദൈവനാമത്തിൽ വർഷത്തിനായി ലീഡ് ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ക്രിമൽ മിനിസ്ട്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ പെട്ടെന്ന് ഇവിടെ അല്പമായ ഇഷ്യൂസ് ഉണ്ടായി. ഇവിടെ നെറ്റിൻ്റേതും ആണെന്ന് തോന്നുന്നു. എന്തോ ഒരു എനിക്ക് കയറാനായിട്ട് സാധിച്ചില്ല. എങ്കിലും പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് ഓണാകുവാനിടയായി. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഓരോ ശത്രുവായവന് ഓരോ പൈശാചിക തന്ത്രങ്ങൾ ഒരുക്കും. എന്നാൽ ദൈവം അതിൽ നിന്നൊക്കെ നമ്മെ വിടുവിക്കുന്ന ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്പസമയം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം രുചിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. വിശേഷാൽ ഈ ഗ്രൂപ്പിലായിരിക്കുന്നതായ
പ്രൈസ് ദി ലോർഡ്. ഇതിൽ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നതായ ജോൺസൺ ബ്രദർ, പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ എന്നെ ഗ്രേസി സിസ്റ്റർ, അതുപോലെ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതിനകത്ത് കാണുന്ന ലിസി എന്ന് പറയുന്ന ഒരു ആൻറ്റിയെ കാണുന്നുണ്ട്, തുളസി സിസ്റ്ററെ കാണുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ബിനോയ് പാസ്റ്ററാണ് എന്നെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയം കർത്താവിനെ നമുക്ക് സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ, ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ രക്തത്താൽ ചെയ്യപ്പെടുന്നു, പ്രൈസ് ദി ലോർഡ്. ആമേൻ, പ്രൈസ് ഗോഡ്. നിന്റെ സർവ്വവും നീ എനിക്കുള്ളവൻ, നീ എന്റെ സർവ്വവും എല്ലാറ്റിലും, എന്റെ സർവ്വവും നീ എനിക്കുള്ളവൻ, നീ എന്റെ സർവ്വവും എല്ലാറ്റിലും. ജീവനിൻ പേർക്കായി തന്നതിനാ നീ എന്റെ സർവ്വവും എല്ലാറ്റിലും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുര്യമാ. എന്റെ രക്ഷകൻ നീ, എന്റെ ദൈവവും നീ മാത്രമാണ് സങ്കേതവും. പാദത്തിൽ ഞാൻ കുമ്പിടുന്നു, നിൻ നാമം വാഴ്ത്തി പാടിയിടുന്നു. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുര്യമാ. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ഒന്ന് രുചിച്ചറിഞ്ഞവർ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. യഹോവ നല്ലവനെ രുചിച്ചറിഞ്ഞവർ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരിക്കട്ടെ. ആമേൻ, ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം നമ്മെ കരുതിയ കർത്താവ്, ആ ദൈവത്തിന്റെ സ്നേഹത്തിന് മുമ്പിൽ നമ്മെ വീണ്ടും ഹല്ലേലൂയ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. നമ്മെ നിർത്തുന്ന ദൈവത്തിന്റെ വിധങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്നും തന്നെ പുകഴുവാനോ പ്രശംസിപ്പാനുമില്ല. ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്. നാം ആയിരിക്കുന്ന വേളകളിൽ, നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവം അത്ഭുതകരമായി പരിപാലിക്കുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ശത്രു നമ്മെ നോക്കി വാദിക്കും, നിന്നെ ഞാൻ ഉയർത്തുകയില്ലെന്ന്. എന്നാൽ ഹല്ലേലൂയ, അവിടെ നമ്മുടെ കരം പിടിച്ച് നമ്മെ ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്. ആ ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ നമ്മെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ ഒന്നിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ ജയമെടുക്കുന്നു. റികമാനവ ശങ്കര വിടമാനവ സന്ത പ്രൗഢനദിയാനവസേ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ഓ നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ
വിളിക്കുമ്പോൾ, yes, hallelujah, തകർക്കുമെന്നവൻ നമ്മെ നോക്കി ഭീഷണി മുഴക്കുമ്പോൾ അതിന്റെ മധ്യത്തിലും പ്രവൃത്തിയിൽ വലിയവനായ കർത്താവ് നമ്മെ വിടുവിക്കുന്ന ദൈവത്തിന്റെ സന്നിധി, hallelujah, ആ സാന്നിധ്യത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. Praise the Lord. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. Thank you Lord, thank you Lord, hallelujah, hallelujah, praise the Lord, praise the Lord, amen. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, hallelujah. ഇത്രത്തോളം നമ്മെ കരുതിയ കർത്താവ്, ഇത്രത്തോളം നമ്മെ നടത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയട്ടെ. എനിക്കറിയാം സമയം കടന്നുപോയി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആദ്യം നെറ്റിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അല്പസമയം നമുക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ തടസ്സങ്ങൾ നേരിട്ടതുകൊണ്ട് അല്പസമയങ്ങൾ കടന്നുപോയി. ഇനിയും ഹല്ലേലൂയ ദൈവം അനുവദിച്ചാൽ, ദൈവത്തിൻ്റെ വരവ് താമസമെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ മീറ്റിങ്ങിൽ ഹല്ലേലൂയ വർഷിപ്പ് ചെയ്യുവാൻ എൻ്റെ കർത്താവ് സമയങ്ങളെ ഒരുക്കട്ടെ. ഞാൻ തീർച്ചയായിട്ടും ഹല്ലേലൂയ അതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അല്പസമയം ആണെങ്കിൽ പോലും ആ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിഞ്ഞവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവ സാന്നിധ്യത്തിനായി, ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. മാറാനാഥ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ദൈവവാസി. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വർഷിപ്പ് താമസിച്ചാണ് തുടങ്ങിയത് കൊണ്ട് വേഗത്തിൽ നടത്തി. കുറച്ച് സമയം കൂടെ ആയാലും കുഴപ്പമില്ലായിരുന്നു. എന്നാലും ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. പ്രിയദാസി അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി അധികമായി പാടുവാൻ പ്രവർത്തിപ്പാനൊക്കെ ദൈവം ശക്തമായിട്ട് ഇനിയും ഉപയോഗിക്കട്ടെ. ഒമാനിലെ ശുശ്രൂഷകളൊക്കെ കർത്താവ് ധാരാളമായി മാനിക്കട്ടെ. തുടർന്ന് നമുക്ക് വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദേവദാസൻ ജെയ്സൺ പാസ്റ്ററാണെന്ന് ദൈവവചനം സംസാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ദൈവം അതൊരു അനുഗ്രഹമാക്കി തീർക്കേണ്ടതിന്, ദൈവനാമോഹതമാക്കി തീർക്കേണ്ടതിന്, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രൊഫറ്റിക് തലത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച് അവരുടെയൊക്കെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിൽ ചില തിരിവുകൾ സംഭവിക്കട്ടെ. ചില സീസണുകൾ, ചിലരുടെയൊക്കെ ജീവിതത്തിൽ ചില സീസണുകൾ ഓപ്പൺ ആകണം. ആമേ വ്യക്തിപരമായ ജീവിതത്തിൽ ചില വിടുതലുകൾ ആമേ ആവശ്യമായി തീരണം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധാത്മാവിന് എന്താണ് ദൈവഭൃതങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. എന്നാൽ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസേനയിൽ ഒരുമിച്ചായിരിക്കണം. എല്ലാവരും ഡിവൈസ് ഓണാക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ആമേ പ്രാർത്ഥിക്കാം. ബ്രദറിനെ ആമേ സ്തോത്രം കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഷാജി പാസ്റ്റർ ഉണ്ടെന്ന് തോന്നുന്നു ലൈനിലെ. കുഴപ്പമില്ല, ആന്റി പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കർമ്മേൽ പ്രലോഷിപ്പിലുള്ള സകല കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തന് വാക്ക് പറഞ്ഞ മാറാത്തവനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ശനിയാഴ്ചയുടെ നല്ല രാത്രിയുടെ യാമത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. സംഭവബഹുലമായ ഒരാഴ്ചവട്ട കാലം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയി. കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ യാമത്തില് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ച വൻ കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാർ, സമ്പന്നന്മാർ, ആരോഗ്യവാന്മാർ, സൗന്ദര്യവതികളൊക്കെയും പെട്ടെന്നുള്ള മരണത്താൽ ഈ ഭൂമിയുടെ മുഖത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവേ അനേകായിരങ്ങൾ രോഗക്കിടക്കയിൽ അഭയം പ്രാപിച്ചപ്പോൾ കർത്താവേ ജീവനുള്ള പ്രദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ഒരു രാത്രി കാലം കൂടെ ഞങ്ങൾക്ക് തന്ന സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം സ്തോത്രം. എത്ര സ്തുതിച്ചാലും മതി വരുത്തില്ല കർത്താവേ. നിന്നതല്ല കർത്താവേ, നീ ഞങ്ങളെ നിർത്തിയതാ കർത്താവേ. നേടിയതൊന്നുമില്ല കർത്താവേ. അപ്പൊ അവിടുന്ന് ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ തന്നു കർത്താവേ. ഇത്രത്തോളം ജയോത്സവമായി നടത്തിയ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അപ്പാ പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രികാലം ഞങ്ങളെ അങ്ങയുടെ മീറ്റിംഗിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുക കർത്താവേ. അപ്പാ ആദ്യോടന്തം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ. സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരമാ. അങ്ങയുടെ പ്രാകാരത്തിൽ കഴിക്കുന്ന ഒരു നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാകയാൽ കർത്താവേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുന്നത് കർത്താവേ ഞങ്ങൾക്ക് നീതിയായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തകർന്ന് ഞുറുങ്ങിയ ഹൃദയത്തെ ദൈവമേ നിരസിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവങ്കലേക്ക് നോക്കിയോ പ്രകാശിതരവിടെ മുഖം ലജ്ജിച്ചു പോകുവാൻ അങ്ങ് സമ്മതിച്ചില്ല. ഇന്ന് രാത്രി കാലം കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുക. പാപമൊഴികെ സർവ്വത്തിന് ഞങ്ങൾക്ക് തുല്യ
പ്രിയനായി പരീക്ഷിക്കപ്പെട്ട പിതാവേ, അതുകൊണ്ട് തക്ക സമയത്ത് കൃപ പ്രാപിപ്പാൻ സഹായത്തിലുള്ള കരുണയ്ക്കായി ഞങ്ങൾ അങ്ങയുടെ കൃപാസനത്തിനടുത്ത് വരിക കർത്താവെ. പോയി വരുവാൻ പറയല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ മുഖം മറച്ചാൽ കർത്താവ് ഞങ്ങളുടെ കഷ്ടതയപ്പാ ഇന്ന് രാത്രി വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ ടൈം സോണുകളിൽ നിന്ന് കർത്താവലോട് പ്രിയപ്പെട്ടവർ അങ്ങയുടെ കർത്താവെ അടുത്ത് വരുമ്പോൾ ഇന്ന് രാത്രി കാലം നീ ഞങ്ങളോട് അടുത്ത് വരണമേ കർത്താവെ. അപ്പ ഹൃദയം ഞുറുങ്ങി വളരെ ഭാരത്തിലും വേദനയിലും നിരാശയിലും കൂടെ അങ്ങയുടെ പാദപിടത്തിൽ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ഇന്ന് രാത്രി കാലം ഒരമ്മയെ ആശ്വസിപ്പിക്കുമ്പോൾ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പ ഇന്ന് വന്നവരാരും നിരാശരായി പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ക്യാൻസർ രോഗത്താല്, കിഡ്നി പേഷ്യന്റ്, ലിവർ പേഷ്യന്റ് കർത്താവെ, ഹാർട്ട് സംബന്ധമായി, ആന്തരിക അവയവങ്ങളുടെ മുറിവുകളാല് കർത്താവെ, അസ്ഥി സംബന്ധമായി, എല്ലാ രക്ത സംബന്ധമായി ഒക്കെ ഇന്ന് രാത്രി കാലം ഉച്ച മുതലുള്ള കാല് വരെ ഭാരത്തോടെ രോഗത്തിന്റെ ആ കാഠിന്യത്തിൽ കൂടെ കടന്നു പോകുന്നവർ അനേകായിരങ്ങളുണ്ട് കർത്താവെ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യമായിട്ടുണ്ട്. അവിടുന്ന് ഒരു വാക്കിന്ന് രാത്രി കൽപ്പിക്കുമാറാകണമേ കർത്താവെ. കഴിഞ്ഞ ദിവസം കർത്താവെ പാമ്പുകടിയേറ്റ മകൾക്ക് കൊടുത്ത വലിയ വിടുതലിനായി കോടാനുകോടി സ്തോത്രം സ്തോത്രം കർത്താവെ. അണലിയെ കുഴഞ്ഞു കളഞ്ഞതുപോലെ കർത്താവ് നിന്റെ പൈതലിന്റെ കർത്താവെ വിഷത്തെ അവിടുന്ന് കുടഞ്ഞു കളഞ്ഞു കർത്താവെ. നിന്റെ മകൾ ഇന്ന് രാപാൽക്കാലം വീട്ടിൽ പോകുവാനൊക്കെ ദൈവം അത്ഭുതങ്ങളെ ചെയ്തല്ല കർത്താവെ. നീതിമാന്റെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നല്ല കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ കാര്യം അവിടെ കൊട്ടതിനായി സ്തോത്രം. ഇന്ന് രാത്രി കർത്താവെ ഓരോ പ്രിയപ്പെട്ടവരോട് ശക്തമായും വ്യക്തമായും ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ. കടഭാരത്താൽ ഞെരിക്കുന്നവരുണ്ട് കർത്താവെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടപ്പ. ഉണ്ണുവാനില്ലാതെ ഉടുക്കുവാനില്ല, കിടപ്പാനിടമില്ലാതെ വണ്ണം ഭാരപ്പെടുന്നവരുണ്ട്. അനാഥർക്ക് പിതാവ്, വിധവയ്ക്ക് കാന്തനുമായി കൂടെ ഇരിക്കണമേ. തലമുറകളില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ഇന്ന് രാത്രി അവരുടെ ഉദരത്തെ തൊടുമാറാകണം കർത്താവെ. യഹോവയ്ക്ക് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. ആലോചന വലിയവനെ, പ്രവർത്തിയിൽ ശക്തിമാനായ കർത്താവെ. ഞാൻ പ്രവർത്തിക്കുവാറ് തടുക്ക് കർത്താവെ. വൈദ്യശാസ്ത്ര അസാധു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ അപ്പൻ അവിടുത്തെ ശാസ്ത്രത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ കർത്താവെ. ഞങ്ങൾ അങ്ങയുടെ പാദപിടത്തിൽ മുഴങ്കാലും അടക്കുമ്പോൾ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാകയാലും സ്തോത്രം. കണ്ണുനീരോടെ ഞങ്ങൾ വിതയ്ക്കുമ്പോ ആർപ്പോടെ കൊയ്യുവാൻ നിന്റെ അപ്പത്തേറിയ വെള്ളത്തിന്മേലറിയാലും അത് വളരെ കഴിഞ്ഞാലും ഇരട്ടിയായി ഞങ്ങളുടെ കരങ്ങളിൽ വരുമല്ലോ കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് കർത്താവെ. ഞാൻ പകൽ നിലവിളിക്കുന്ന എന്റെ വ്രതമ്പാടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ള ദൈവമാകാൻ അവരെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന കർത്താവെ. ഇന്ന് രാത്രി മീറ്റിംഗ് ഒരു അസാധാരണ അനുഗ്രഹത്തിന്റെ, അത്ഭുതത്തിന്റെ, വിടുതലിന്റെ കർത്താവെ രാത്രിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമുള്ള മഹത്വം അഗോചരമായ കാര്യങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞ കർത്താവെ. ഈ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ഓരോ കുടുംബങ്ങളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടണമേ. അവിടെ നീരുന്ന ഭാരമേറിയ വിഷയങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടുണ്ടോ? ഒരു ഭവനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവ്. വിവാഹപ്രായം കഴിഞ്ഞ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. എന്റെ ദൈവമേ, ലോൺ എടുക്കാൻ പാടുപെടുന്ന പ്രിയപ്പെട്ടവരുണ്ടോ? അടയ്ക്കാൻ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നാളെയുടെ ദിവസം അഭിമുഖിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പലതും ഞങ്ങൾക്ക് അസാധ്യമാണ് കർത്താവെ. എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുസന്നിധിയില് ഞങ്ങളുടെ ഭാരമേറിയ വിഷയങ്ങളെ ഏൽപ്പിക്കുമ്പോൾ നിനക്ക് ഭാരമുള്ളതും നിനക്ക് പ്രയാസമുള്ളതും നിങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ പറഞ്ഞ കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ചു തരിക കർത്താവെ. അവിടുന്ന് വരും ദിവസങ്ങളിൽ വലിയ ദൈവ പ്രവൃത്തിക്കായി കർത്താവെ വരുന്ന പുതിയ മാസം ഒരസാധാരണ മാസമായി തീരത്തക്ക നിലവാരത്തിൽ ഇന്നത്തെ കൂട്ടായ്മ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിയുടെ ദൈവദാസന്മാരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 2.5 വർഷമായി ഒരു ദിവസം പോലും മുടങ്ങാതെ മീറ്റിംഗ് കൊണ്ടുപോകുവാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് അത്ഭുതം ചെയ്തത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ മണ്ണിൽ ഇരുന്നു കൊണ്ട് കർത്താവെ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ അങ്ങയുടെ മുൻപിൽ വെച്ചിട്ടുണ്ട് കർത്താവെ. അതെല്ലാം അവിടുന്ന് മറുപടി തന്നു
തീരുമാനിക്കാൻ പോകുന്ന വിശ്വസ്തതയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാ ലോകരാജ്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ ഏൽപ്പിക്കുന്നു. വടക്കേ ഇന്ത്യ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റൽ മിനിസ്ട്രി, ജയിൽ മിനിസ്ട്രി, പരസ്യയോഗങ്ങൾ, മറ്റെല്ലാം കർത്താവെ, ട്രൈബൽ മിനിസ്ട്രികൾ കർത്താവ്, ബൈബിൾ സൊസൈറ്റികൾ, അപ്പൊ വടക്കേ ഇന്ത്യയിലൊക്കെ അധ്വാനിക്കുന്ന കർത്താവ് എല്ലാ ദൈവദാസന്മാരെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ സഭയാ കുടുംബങ്ങളെ, തലമുറകളെ എല്ലാം ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൽ കയറി വചനം സംസാരിച്ച സകല അഭിഷക്തന്മാരെ, അഭിഷക്തമാരെ കർത്താവെ, പാട്ടുപാടിയ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആരാധന ചെയ്ത മകളെ കുടുംബം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോ അറബ് രാജ്യങ്ങളിലും ശുശ്രൂഷയിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഞങ്ങൾ അവകാശത്തോടെ ചോദിക്കുക. നീ എന്നോട് ചോദിച്ചു കൊടുക്കുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കി തരാമെന്ന് പറഞ്ഞ കർത്താവെ. അപ്പൊ ഓരോ രാജ്യങ്ങളുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ നടക്കുന്ന സഭകളെ ഏൽപ്പിക്കുന്നു. അനേക യുവതി യുവാക്കന്മാർ തെക്കുന്നു വടക്കുന്നു പടിഞ്ഞാറെന്ന് കിടക്കുന്നു. ഓടിക്കൂടി കർത്താവിന്റെ നാമത്തിന്റെ മഹത്വമായി തീരട്ടെ കർത്താവെ. അപ്പൊ യേശോപ്പാ ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അവന്റെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്തിര, തങ്ങളെ ചുട്ടുകളഞ്ഞു മിണ്ടാതാക്കുന്ന കർത്താവെ. വേഗത്തിൽ സമാധാനത്തെ അയക്കണമേ. അങ്ങയുടെ വരവ് കർത്താവെ അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു പാപി മാനസാന്തരപ്പെട്ട സ്വർഗം സന്തോഷിക്കുമല്ലോ. ഓരോ കൂട്ടായ്മ അതിന് കാരണമായി തീരുവാൻ സ്വർഗമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്തെ വചന ശുശ്രൂഷ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. പ്രിയാഭിഷിക്തനായിരിക്കുന്ന രാജ്യത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ നാളുകളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് കർത്താവെ, ഇതുമായി ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇന്ന് രാത്രി ആയിരിക്കുമ്പോൾ ഒരസാധാരണമായ വിടുതലിന്റെ രാത്രിയാക്കി തീർക്കണമേ. തേനേക്കാൾ തേക്കട്ടേക്കാളും മാധുര്യമേറിയ ദൈവത്തിന്റെ വചനം ഏതാത്മാവിൽ എഴുതി അതേ ആത്മാവിൽ സംസാരിക്കുവാൻ എന്റെ മകനെ അധികാരപ്പെടുത്തണമേ. പാവത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങളോട് ഇടപെടണമേ. അക്ഷരം കൊല്ലുമ്പോ ആത്മാവ് ജീവിപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്തെടുക്കുക. പ്രിയമാനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കുടുംബം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. സഭയാൻ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രികാലം കയറിയ എല്ലാ കുടുംബങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് അങ്ങയുടെ മണ്ണിലിരുന്ന് നിറഞ്ഞ മനസ്സോട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ അല്പസമയം അങ്ങയുടെ പാദപീഠത്തിലിരിക്കട്ടെ കർത്താവെ. അപ്പൊ ഇന്ന് രാത്രി ഞങ്ങൾ ഒഴിഞ്ഞ പാത്രങ്ങളുമായി അങ്ങയുടെ പാദപീഠത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിലെ മന്ന കൊണ്ട് ഓരോ കുടുംബങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ ആദ്യോടന്തം നിയന്ത്രിക്കണം. കയറാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം കൂട്ടി വരുത്തണം. എല്ലാം അങ്ങയുടെ നാമമഹത്വമായി തീരണം കർത്താവെ. ഞങ്ങളെല്ലാവരെയും കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആരുടെയും കുറവുകൾ ഇന്ന് രാത്രികാലത്തെ അനുഗ്രഹത്തിന് തടസ്സമായി തീരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാലും സ്തോത്രം. ലീഡ് ചെയ്ത മകനെ അങ്ങയുടെ കരങ്ങളിൽ കുടുംബമായി ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകനും പ്രാർത്ഥിക്കുന്നത് വിഷയങ്ങൾ ഒത്തിരി ഉണ്ട് കർത്താവെ. ഒരു തലമുറയ്ക്ക് വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി കാലം അപ്പചാവചനത്തിന് വീട്ടിന്റെ മകളുടെ ഉള്ളിൽ കൊടുത്ത് കർത്താവെ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാലും സ്തോത്രം സ്തോത്രം സ്തോത്രം. വിട്ടുപോയ സകല വിഷയങ്ങളെയും ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ കാര്യങ്ങൾ സ്തോത്രത്തോടെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മി വ്യാപരിക്കുന്ന ശക്തിയെ കഴിവുള്ള കർത്താവിന്റെ കരങ്ങളില് എല്ലാ വിഷയങ്ങളെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്ര സകലവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്ന കൃപയോട് കേട്ടുത്തരമറുമാറാകണമേ. ആമേൻ ആമേൻ ആമേൻ. അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ സ്തോത്രം. ആമേൻ. ഇന്ന് ഈ ഡിവൈസിൽ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൽ ഒരുമിച്ച് ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ ടൈം സോണുകളിൽ, വിവിധ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൽ ഒരുമിച്ച് ചേരുവാൻ ഈ സൂമിൽ ജോയിൻ ചെയ്ത് വചനത്തിനായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ശുശ്രൂഷകന്മാരായിട്ടുള്ളവരുണ്ട്, സഹോദരന്മാർ സഹോദരിമാർ എല്ലാവർക്കും സ്നേഹത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന സമയങ്ങളിൽ വചനം സംസാരിക്കുവാനുള്ള ടൈമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ശക്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിക്കുന്ന കർത്തൃഭൃത്യൻ ജെയ്സൺ ദാസ് ആണ്. ദൈവത്തിനെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കും. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമല്ലോ. കേൾക്കാമോ? യെസ്, ആമേൻ. പ്രൈസ് ഗോഡ്.
കർത്താവിന്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ഈ രാത്രി സമയത്ത് നമുക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന വലിയ അവസരങ്ങൾക്കും സന്ദർഭങ്ങൾക്കുമായി ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തിന് സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന വിലപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ ദാസിമാർ എല്ലാവരെയും ഓർത്ത് കർത്താവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. എന്നെ പ്രത്യേകമായിട്ട് ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ഗ്രേസി ആന്റിയുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി ഇന്ന് രാത്രി സഹായിക്കട്ടെ. ലീഡ് ചെയ്യുന്ന ദൈവത്തിന്റെ ദാസനെ ഓർത്ത് സ്തുതിക്കുന്നു. മുമ്പ് ഗാന ശുശ്രൂഷ ചെയ്ത കർത്താവിന്റെ ദാസി ഓർത്ത്, അവരുടെ കുടുംബത്തെ ഓർത്ത് ഇത് രാത്രി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായിട്ട് ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല മുഖാന്തരങ്ങളെ ഓർത്ത് ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. ആമേൻ. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിലെ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാകട്ടെ, വലിയൊരു വിടുതലാകട്ടെ. പരിശുദ്ധന്റെ കരം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ ശക്തിയോടെ വെളിപ്പെടേണ്ടതിനായി ആഴമായി നമുക്ക് ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ആ കരങ്ങൾ ഉയർത്തി ഒരു നല്ല സ്തോത്രം ദൈവത്തിന് കൊടുത്താട്ടെ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഇരിക്കുന്ന സമയം വളരെ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നമുക്കായിരിക്കാം. നിരാശകളൊക്കെ മാറ്റിവെച്ച്, പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ച്, എല്ലാവർക്കും പ്രായത്തിൽ കവിഞ്ഞുള്ള ടെൻഷനും പ്രയാസവും ഒക്കെ ഉണ്ടെന്ന് അറിയാമെങ്കിൽ അതൊക്കെ അല്പസമയത്തൊക്കെ അത് മാറ്റിവെച്ച് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് അല്പസമയം എൻജോയ് ചെയ്യാം. ദൈവാത്മാവ് നമ്മെ സഹായിക്കും. നമ്മൾ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത്. വളരെ ഉത്തമ ബോധത്തോടുകൂടെ ഈ രാത്രി നമുക്ക് ദൈവത്തിലായിരിക്കാം. നമുക്ക് നേരെ വരുന്ന പ്രതികൂലങ്ങൾ എന്തുമാകട്ടെ, പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, അതിനെ തരണം ചെയ്യുവാൻ കഴിവുള്ളൊരു നല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന് ഉറപ്പുള്ളവരെല്ലാം കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയെ ഓർത്ത് വളരെ സന്തോഷം തോന്നുന്നു. കർമ്മേൽ ഫെലോഷിപ്പ് അല്ലേ? പ്രൈസ് ഗാഡ്, ആമേൻ. കർമ്മേൽ ഫെലോഷിപ്പ് അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ. കർമ്മേൽ എന്ന് കേൾക്കുമ്പോൾ അറിയാം, ഒറ്റപ്പെട്ടവൻ കയറിയിരുന്ന്, ശുശ്രൂഷയുള്ളവൻ കയറിയിരുന്ന് തനിച്ചിരുന്ന് പ്രാർത്ഥിച്ച ഒരു നല്ല മലയാ അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം ഏലിയാവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് കൂട്ടുകാരെ കൂട്ടിയുള്ള പോക്കില്ലായിരുന്നു. ഈ കൂട്ടുകാരെ കൂട്ടുന്നതാണ് ഇപ്പൊ ആകപ്പാടെ പ്രശ്നമായിരിക്കുന്നത്. ഒറ്റയ്ക്കിരുന്ന ദൈവത്തോട് നിലവിളിക്കുന്നവരോടൊക്കെ കർത്താവ് ഇന്നും ഇടപെട്ടുകൊണ്ടിരിക്കുക. നല്ല രാമേൻ പറഞ്ഞാട്ടെ. ഡിയസിയാന്റിക്ക് ദൈവം കൊടുത്ത ദൈവിക വെളിപ്പാടിനായി സ്തോത്രം ചെയ്യുന്നു. കർമ്മേൽ, ആമേൻ. യഹോവയുടെ സാന്നിധ്യം ഇറങ്ങിയ സ്ഥലം അല്ലേ? ഏലിയാവ് തനിച്ചിരുന്ന് സ്തോത്രം മലയുടെ മുകളിൽ ചെന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ കൃപ ഏറ്റെടുത്ത് മടങ്ങി വന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ് കർമ്മേൽ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കാനുണ്ട്. തനിച്ചിരിക്കുന്ന ഒരു കൂട്ടത്തോട് കർത്താവ് ഇന്ന് രാത്രി ഇടപെടും. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ലോർഡ്. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്തോത്രം. കർത്താവിന്റെ ദാസൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്ന ശക്തമായ ചില ദൈവിക വെളിപ്പാടുകളും ദൈവികമായ ചില ആലോചനകളും തന്നിട്ടുണ്ട്. അത് ഇന്ന് രാത്രിയിൽ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കാം. പല രാജ്യങ്ങളിൽ നിന്നാണ് ഇത് ഓരോരുത്തർ ജോയിൻ ചെയ്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മെ ധാരാളമായി സഹായിക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്നടയ്ക്കാമോ? അല്പസമയം ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യത്തിൽ വസിക്കുന്നവനായ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എല്ലാ ദൈവജനം അല്പസമയം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇരിക്കുന്ന വീടിനകത്തൊരു ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. ഒറ്റപ്പെട്ട മുറിക്കകത്തൊരു ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. ഈ കർമ്മേനകത്തൊരു ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. ഇത് ദൈവസാന്നിധ്യത്തിന്റെ ആരാധന. ഇതാരുടെയും മുഖമുദ്ര പതിക്കുന്ന ആരാധനയല്ല, ആരുടെയും പേഴ്സണാലിറ്റി ഉയർത്തുന്ന പ്രാർത്ഥനയല്ല, ഇത് പ്രസംഗിക്കുന്നവന്റെ പേര് വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയല്ല. ഇതിനകത്ത് ആത്മാവുള്ളവനെ തൊടുന്ന രാത്രിയാ. തകർന്നവനെ, ഒന്നുറങ്ങിയവനെ, ആരോട് വേദനകൾ തുറന്നു പറയണമെന്നറിയാതെ ഭാരപ്പെട്ട് കിതച്ചു നിൽക്കുന്നവന് വേണ്ടി ഇന്ന് രാത്രി സ്വർഗസിംഹാസനം തുറക്കുന്ന നാളുകൾക്കായി ഇന്ന് രാത്രി എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. എവിടെയോ വഴി അടഞ്ഞതുപോലെ, എവിടെയോ ഒറ്റപ്പെട്ടതുപോലെ, എവിടെയോ പതികനായതുപോലെ, ആരോ കൈവിട്ടതുപോലെ ഒറ്റപ്പെട്ടിരിക്കുന്ന വിഷയത്തിനകത്ത് ദൈവികമായൊരു കരം ഇന്ന് രാത്രിയിൽ ശക്തിയോടെ ദൈവജനത്തിനകത്ത് ചലിക്കേണ്ടതിന് ജനം ഒരുമിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. സ്വർഗീയ സാന്നിധ്യം കൊണ്ട് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുവാൻ ഓ രാമന ഹർഗസിയാന വൈഡപ്രഭാലകസിയ അധനഘടക വൈഡ പ്രബന്ധനാലഘടകസിയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുന്നു. അസാധാരണമായിരിക്കുന്ന ഒരു ദൈവിക വിടുതൽ ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്ന രാത്രിക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്.
ഈ ജനത്തെ ഒരുമിച്ച് ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണം, നന്മയ്ക്കാ ഒരുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരെയും ഇന്ന് രാത്രിയിൽ കർത്താവ് സഹായിക്കട്ടെ. സന്തോഷമുള്ള മുഖത്തോടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രകാശ് പാസ്റ്റർ ഞാൻ കാണുന്നു. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിതനായിരിക്കുന്ന ഒരു ദൈവദാസനാണ്. അതുപോലെ ദൈവദാസന്മാരൊക്കെ ഉണ്ട്. അവരെല്ലാം ഓർത്ത് കർത്താവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്നൊരു ദൈവിക വെളിപ്പാടെന്ന് കൈമാറിയിട്ട് വചനത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. ഒരിക്കല് യേശു കർത്താവിന്റെ അടുത്ത് ചെന്ന് ആമേൻ സാത്താൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് ശീമോനെ കുറിച്ചാണ് ചോദിച്ചത്. 12 ശിഷ്യന്മാരുള്ളതിൽ ആമേൻ ശീമോനെ കുറിച്ച് സാത്താൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഗോതമ്പ് മണി പാറ്റുന്നത് പോലെ, ഹല്ലേലൂയ, ഞാൻ ഇവനെ ഒന്ന് പാറ്റാൻ ഒരു അനുവാദം തരുമോന്നാ ചോദിച്ചല്ലേ. ഗോതമ്പ് മണി പാറ്റുന്നത് പോലെ. നമുക്കറിയാമല്ലോ ഗോതമ്പ് മണി പാറ്റുന്ന എങ്ങനെ നമുക്കറിയാം, അമ്മമാർക്കെല്ലാം അറിയാം. സ്തോത്രം. ആമേൻ. ഇതുപോലെ ഞാൻ ഇവനെ ഒന്ന് പാറ്റാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞപ്പോ തമ്പുരാൻ അനുവദിച്ചു കൊടുത്തില്ല കേട്ടോ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കാര്യം ദൈവത്തിന് അറിയാം 11 പേർക്കില്ലാത്ത കഷ്ടത ഇവനുണ്ടെങ്കിൽ 11 പേർക്കും ഇല്ലാത്തൊരു അനോയിന്റിങ് ഇവന്റെ മേൽ വ്യാപരിക്കുന്നുണ്ടെന്ന് ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി ഇതിനകത്തോട് പറയാം. ആമേൻ. സ്വതന്ത്ര ആർക്കും ഇല്ലാത്ത കഷ്ടത ഈ ദിവസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു താക്കോൽ കൂട്ടം ദൈവം നിന്റെ കരത്തിൽ തന്നതുകൊണ്ടാ. ആമേൻ. പത്രോസ് പറഞ്ഞു, പത്രോസേ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ നിന്റെ മേൽ തന്നപ്പോൾ സാത്താൻ ഇഷ്ടപ്പെട്ടില്ല. ഈ 11 പേർക്കും ഇല്ലാത്ത വേദനകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഓർത്തോണം, നിന്നെ എവിടെയോ ഞാൻ എത്തിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. അത് സാത്താൻ അനുവദിക്കത്തില്ല. ആരെയെങ്കിലും സാത്താൻ പാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, നീ ഒരു സാധാരണക്കാരനല്ല, നീ ഒരു സാധാരണക്കാരിയല്ല. നിന്റെ മേൽ ആർക്കും ഇല്ലാത്തൊരു നിയോഗമുണ്ടെന്ന് തിരിച്ചറിവ് പ്രാപിച്ച ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോണേ. പരിശുദ്ധാത്മാവ് ഈ രാത്രി നിങ്ങളെ തേടി വരികയാ. ഓ ഹല്ലേലൂയ. ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ചിലതിനെ തൊടുന്ന രാത്രിയാകട്ടെ. ഹല്ലേലൂയ. വചനത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. ആമേൻ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വേദഭാഗം സുപരിചിതമായ ഒരു ദൈവത്തിന്റെ വചനമാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വേദഭാഗം ശബ്ദമുയർത്തി എന്ന് വായിച്ചാൽ, റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. അവർ ഇല്ലായികയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഇരുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവൃത്തിയായി. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം കൊടുന്ന് വായിച്ചാൽ. ഉൽപ്പത്തി 30:22. ദൈവം റാഖേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. ആമേൻ. ആമേൻ. താങ്ക് യു ജീസസ്. പ്രൈസ് ലോർഡ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താണ്. പ്രൈസ് ഗോഡ്. ഞാൻ ഈ പ്രാർത്ഥനയിൽ പ്രത്യേകമായി പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാ ശുശ്രൂഷയിലും കർത്താവിനോട് എന്തെങ്കിലും ചോദിക്കും. ആമേൻ. ദൈവം എന്താ സംസാരിക്കുന്നത്. ഇപ്പം എല്ലാ മീറ്റിങ്ങിനും ഉള്ളത് കൊണ്ട് സ്തോത്രം, നമ്മുടെ മീറ്റിങ്ങിൽ എല്ലാവരും കാണുന്നതുകൊണ്ട് എല്ലാവർക്കും എന്നെ അറിയാം, നമുക്ക് എല്ലാവർക്കും പരസ്പരം അറിയാം. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, ഇതിനകത്ത് ഹൃദയം നുറുങ്ങിയവർ ഇന്ന് രാത്രിയിലുണ്ട്, അവരോട് കർത്താവ് ഇന്ന് രാത്രി ഇടപെടും. ശാന്തമായി ഞാൻ അല്പസമയം സംസാരിക്കാൻ പോകുകയാണ്. ഇച്ചിരി ത്രോട്ടിന്റെ പ്രശ്നം എനിക്കുണ്ട്, എങ്കിലും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ പ്രാർത്ഥനയോടായിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വചനം വായിക്കുന്നത്, റാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഒരു കരച്ചിലും വലിയ നിലവിളിയുമാ. സ്തോത്രം. റാഹേൽ മക്കളെ ഓർത്ത് ആമേൻ അവൾ കരയുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരു വളരെ ആത്മസാന്നിധ്യം നിറഞ്ഞ ഒരു വിഷയമാണിത്. റാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു. ആമേൻ. റാഹേലിന് ഒത്തിരി വിഷയം പ്രാർത്ഥിക്കാനുണ്ട്. ആമേൻ. അവൾക്ക് അവരുടെ ജീവിതത്തിനകത്ത് അവൾ ഒറ്റപ്പെട്ടവളാണ്, വീടിനകത്ത് ഒറ്റപ്പെട്ടവളാണ്. ആമേൻ. അവൾക്ക് ആരുമില്ലാത്തവളാണ്. എല്ലാവരും ഉണ്ട്, പക്ഷെ ചില സമയത്ത് ഇവൾക്ക് ആരുമില്ലാത്തവളാണ്. പക്ഷെ ഇവളുടെ സങ്കടം അറിഞ്ഞത് വീട്ടിൽ തന്റെ ഭർത്താവില്ല, വീട്ടിൽ തന്റെ തലമുറയില്ല, വീട്ടിൽ ആമേൻ സ്തോത്രം തന്റെ രക്തബന്ധങ്ങളില്ല. ആരും അറിയാത്ത പ്രശ്നത്തെ കൈകാര്യം ചെയ്ത കർത്താവ് ഇറങ്ങി വന്നിട്ട് അവിടെ കണ്ണുനീരൊപ്പിയിട്ട് അവളെ ഓർത്ത് അവിടെ നിന്ന് മാറ്റിയ ഒരു ഭാഗമെന്നാണ് വായിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ചില ദൈവ
തന്റെ ദാസിമാരോട് പരിശുദ്ധാത്മാ പറയുന്നു, വീടിനകത്ത് ഒറ്റപ്പെട്ടവള, പക്ഷേ നിന്റെ നിലവിളിയുടെ മറുപടി അതിവേഗത്തിൽ ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുക. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഒത്തിരി വിഷയം പ്രാർത്ഥിക്കാനുണ്ടെങ്കിലും തലമുറയോർത്ത് നിലവിളിക്കുന്ന ചില റാഹേലുമാരെ ഇന്ന് രാത്രി കർത്താവ് ഓർക്കുന്ന രാത്രിയാ കേട്ടോ. ഹല്ലേലൂയ. കർത്താവ് ഓർത്താ മതി, തലമുറകൾ വിടുവിക്കപ്പെടുമെന്ന്. എവിടെയോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ തന്റെ ജനത്തെ തൊട്ടുണർത്തിക്കൊണ്ട് പറയുന്നു, നിന്റെ നിലവിളികളുടെ ആഴം വർദ്ധിക്കും തോറും ആമേൻ വിടുതലിന്റെ സാന്നിധ്യം അധികം വർദ്ധിച്ചു വരാൻ പോകുകയാണ്. ഈ കർമ്മേൽ എന്ന പ്രാർത്ഥന ഗ്രൂപ്പിനകത്ത് കടന്നു വന്ന തന്റെ ജനത്തോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ കണ്ണുനീരും നിന്റെ നിലവിളിയും നിന്റെ അനുകമ്പയും ഒരിക്കലും വൃഥാവല്ല. ഇന്ന് രാത്രി എനിക്കൊരു പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രിയിലും ഞാൻ ശക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം നാം ചിന്തിക്കുമ്പോൾ യേശു കർത്താവ് ജനിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞ ഒരു അധ്യായം അല്ലെ, 2-ാം അധ്യായം. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് ചോദിച്ചു, സ്തോത്രം, ഹല്ലേലൂയ, എത്ര പേരാണ് യേശുവിനെ കാണാൻ പോയെന്ന്, എത്ര വിദ്വാൻമാരാ കാണാൻ പോയെന്ന് ചോദിച്ചു. അവര് പറഞ്ഞു 3 പേരാണ്. എത്ര പേരാണ്? 3 പേര്. 3 പേരെന്ന് വചനത്തിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. 3 പേര്. ആമേൻ. 3 എന്നുള്ള കണക്ക് വന്നതെന്ന് ചോദിച്ചാൽ പൊന്ന്, മൂര്, കുന്തിരിക്കം. ഇത് 3 സാധനം കാണുന്നതുകൊണ്ട് ഇവരോർത്തു 3 പേര് മാത്രമേ പോയുള്ളെന്ന്. പക്ഷെ ബൈബിൾ വായിക്കുന്നത് വിദ്വാൻമാർ പോയെന്നേ ഉള്ളൂ. രാമൻ പറഞ്ഞ ശക്തിയോടെ. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ സന്ധ്യയില് ഞാൻ എൻ്റെ സൂം മീറ്റിംഗിൽ സംബന്ധിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി ഞാനത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന വിഷയം ഇതാണ്, അവരെ പട്ടി കടിച്ചു. എന്താണ്? പട്ടി കടിച്ചു. പക്ഷെ എന്നെ പട്ടി കടിച്ച് എൻ്റെ കാല് മുറിഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിക്കണം. ഞാൻ പട്ടി കടിച്ചതിന് ഏതായാലും ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ് വിഷയം ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നലെ രാവിലെ ഒരു പട്ടി എന്നെ കടിച്ചു. അവസാനം ഇനി എഴുന്നേക്കാൻ വയ്യാതെ 2 കാലിലും കഴുകിയിട്ട്. വിഷയം എന്ന് ചോദിച്ചാൽ രാവിലെ ഒരു അന്യഭാഷ പ്രാർത്ഥനയുണ്ട്. ഒരു അന്യഭാഷ പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഗേറ്റും ഇറങ്ങി അങ്ങ് റോഡ് വഴി നടന്നു പോയപ്പോൾ ഒരു പട്ടി ഓടിച്ചു, പട്ടി കടിച്ചു. നല്ല രാമയും പറയാം. അവര് പിടി കിട്ടിയെന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഈ അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നൊരു ഓർത്തോണം. രാവിലെ ഗേറ്റിൽ നിന്നും പുറത്തു പോകാതെ അകത്തിരുന്ന ദൈവത്തോട് ശക്തിയോടെ അങ്ങ് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് ഗേറ്റ് വിട്ടു പോയത് ഇവർ അറിഞ്ഞില്ല. അവസാനം പട്ടി കടിച്ച് ഇപ്പൊ ആകെപ്പാടെ 2 കാലും കുത്തി കെട്ടിയിട്ട് വീട്ടിൽ കിടക്കാണ്. ഇനി കുറച്ച് ദിവസത്തിന് അനങ്ങണ്ട. സ്തോത്രം. അന്യഭാഷ എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ നമ്മൾ സംസാരിക്കുക എന്നുള്ളതാ. അത് എവിടെ ഇരുന്ന് ആരാധിച്ചാലും അവന്റെ അന്തരംഗം അറിയുന്ന കർത്താവ് അവന്റെ വിഷയത്തിനൊരു പരിഹാരം തരും. ദൈവനാമം ദുഷിക്കപ്പെടുന്ന ഒരു പദം പോലും നമ്മുടെ നാവിന്ന് വരാതെ എത്ര പേര് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ തയ്യാറുണ്ട്? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുക. ആമേൻ. ദൈവനാമം ദുഷിക്കപ്പെടുന്ന ഒരു സംഭവമാക്കല്ലേ എന്ന് ആത്മാവ് ഞാൻ ഓർപ്പിക്കുക. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാരംഭത്തിൽ ഞാൻ ശക്തമായിട്ട് പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഒരു കർമ്മേലിൽ കൊണ്ടിരുത്തിക്കുക കേട്ടോ. ഈ കർമ്മേലിനകത്ത് യാഗപീഠം പടത് ഏലിയാവിനെ നോക്കിക്കേ. അവൻ ഒറ്റപ്പെട്ടവനായിരുന്നു. ഈ ഒറ്റപ്പെട്ടവരോട് കർത്താവിന് ഇടപെടാനുണ്ട്. ഇന്നും ദൈവത്തിന്റെ ആത്മാവ് എന്തെങ്കിലും ഇടപെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടത് കൊണ്ടാ. കർത്താവിന്റെ ദാസൻ ജോൺസൺ പെരുമ്പാവൂർ ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണേ. പരിശുദ്ധാത്മാവ് അങ്ങയുടെ ദാസനെ നോക്കി പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അടയപ്പെട്ടൊരു പുസ്തകശാലയാ. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നും നുവർന്ന് ചിരിക്കാൻ പോലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇല്ല. അല്പമെങ്കിലും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചില പ്രാർത്ഥന കൂടിവരകൾ മാത്രമാ എന്ന കർത്താവ് പറയുന്ന ഒരു മുട്ടയുടെ പുറന്തോട് പൊട്ടൊരു ജനറേഷൻ പുറത്തു വരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിലവിളിയുടെ അഗാധം വർദ്ധിക്കും തോറും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവ വിടുതൽ നടക്കാൻ പോവാ. തകർത്ത് കളയുമെന്ന ഉന്നം വെച്ചവന്റെ നടുവിൽ, തകർത്ത് കളയുമെന്ന് വെല്ലുവിളിച്ചവന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് ദൈവദാസനെ നിങ്ങളെ കുടുംബമായിട്ട് ഓർത്ത് പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ അകത്തുനിന്ന് ഒരു ശക്തമായ ജനറേഷൻ വെളിപ്പെടാൻ പോവാ. ഒരിക്കലും ഉയരത്തില്ലെന്ന് വെല്ലുവിളിക്കുന്നവരെ നടുവിൽ, താഴ്ത്തിക്കെട്ടിയവരെ നടുവിൽ നിങ്ങളെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റി. നിങ്ങളെ ഈ ദേശത്തെ, നിങ്ങൾ പാർക്കുന്ന ദേശത്ത് പോലും ഒരു കെടാത്ത വിളക്കാക്കി മാറ്റാൻ ദൈവത്തിന് ഇന്ന് രാത്രി നിങ്ങളോടൊരു പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വെളിപ്പെടുത്തുന്നു. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് ആ ദൂതൊന്ന് റിസീവ് ചെയ്താട്ടെ. കർത്താവ് ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തിന്റെ കരം വെളിപ്പെടുത്താൻ പോകുകയാ.
ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇയ്യോബിന്റെ ജീവനത്തിനകത്ത് വഴികൾ മുഴുവനും അടയപ്പെട്ടിരുന്നു. അടയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, എന്നാൽ ഇയ്യോബിനെ ദൈവം കൈവിട്ടില്ല. തമ്പുരാൻ വിളിച്ചു പറഞ്ഞ കാര്യമുണ്ട്. ചുഴലിക്കാറ്റിനെ വാഹനമാക്കി തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് അരകെട്ടി പുറത്തിറക്കിയിട്ട് അവനോട് ചോദിച്ചു. ആമേ സ്തോത്രം. ആമേ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മറുപടി കിട്ടാതെ ഭാരപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എടാ, ഒരു ഭൂമിയെ തന്റെ കരതലത്തിൽ വഹിക്കാമെങ്കിൽ ഇത് നിസാര ഇത്ര കിലോ ഭാരമുള്ള നിന്നെ വഹിക്കാനാണ് എനിക്ക് പാടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇയ്യോബിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ കർത്താവിന്റെ ദാസനെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങളെ വഹിക്കാൻ ദൈവത്തിന്റെ കരമുണ്ട്. ആരും നിങ്ങളെ തലോടണ്ട, ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണ്ട. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിങ്ങളെ സ്പർശിക്കുന്നു എന്ന് ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുന്ന വിശ്വാസത്തോടെ ഇന്ന് രാത്രി ആമേൻ പറഞ്ഞാട്ടെ. കർത്താവ് ഒരു വലിയ കാര്യം ഈ രാത്രി ചെയ്യാൻ പോകുകയാ. Praise the Lord. അതുകൊണ്ട് സ്തോത്രം. റാമയിൽ വന്നപ്പോൾ വലിയൊരു ശബ്ദം കേൾക്കുക. റാഹേൽ മക്കളെ ഓർത്ത് കരയുക. തലമുറയോർത്ത് കരയുന്നവരോട് കർത്താവിന്റെ ആത്മാവ് പറയും, ഞാൻ ഏക ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന അനവധി വിഷയങ്ങളുണ്ട്. ആ ഭൂരിപക്ഷം വിഷയങ്ങളും തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണ്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവരോട് വ്യക്തമായി പറയുന്നു, ഒരു പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, ഒരു പ്രവാചകി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ ഒരു വീട്ടിലുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ഒരു പ്രാർത്ഥനയും ജീവിതത്തിൽ ഉയരത്തിൽ. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറുണ്ട്? ആമേ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ ഒഴുക്കുന്ന കണ്ണുനീരിന്റെ വിലയുണ്ടല്ലോ, അത് ഇന്ന് രാത്രി വലുതാന്ന് പരിശുദ്ധാത്മാവ് അറിയിക്കുകയാ. യേശു ക്രിസ്തുവിന്റെ നാമത്തെ 2-ാം അധ്യായം വായിക്കുമ്പോൾ ആമ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നൊരു ചോദ്യം കാണുന്നു. സ്തോത്രം. അങ്ങനെ യേശുവിനെ കണ്ടുകിട്ടിയതിനു ശേഷം യേശു ആമേ ജീവനുള്ള ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കി, ആ ജനിച്ചത് ആൺകുട്ടിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കൊന്നുകളയാൻ ഹെരോദാവ് പ്ലാൻ തയ്യാറാക്കി. ആമ ഇസ്രായേലിന്റെ അതിരിലുള്ള, മിസ്രൈമിന്റെ അതിരിലുള്ള സകല ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ വേണ്ടി ദുഷ്ടപ്പിശാച പദ്ധതി ഇട്ടപ്പോൾ ഇതാ ആമെ മറ്റുള്ളവർ, പുറം ലോകമുള്ളവർ കേൾക്കുകയാണ്. ഇതാ റാമയിൽ ഒരു നിലവിളി കേൾക്കുകയാ. അവിടെ അടുത്ത് ചെന്ന് നോക്കിയവിടെ കാണുന്നത് കഴിഞ്ഞ നാളുകളെ മച്ചി എന്ന് വിധി പറഞ്ഞ റാഹേലിനെ. അവളെ നിലവിളിയ സാധാരണ നിലവിളിയല്ല, അവളെ നിലവിളിക്കുക, അവൾ കരയുകയാ, അവൾ നിയന്ത്രണം വിട്ട് കരയുകയാ. ആർക്ക് വേണ്ടി കരയുന്നതെന്ന് ചോദിച്ചാ, ഓ റീമന രഗചസിയതന, ആമ അവിടെ നിന്ന് മാറാൻ വേണ്ടി, അവിടെ തലമുറ വിടുതലിന് വേണ്ടി അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രിയിൽ എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട് തലമുറയ്ക്ക് വേണ്ടി? അത്ഭുതകരം ഇന്ന് രാത്രി വെളിപ്പെടുമെന്ന് പറഞ്ഞ അന്ധമായി വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവനാമത്തെ പ്രതികരിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തലമുറ മേത് അസാധാരണമായിരിക്കുന്ന ഒരു ദൈവിക വിടുതൽ ഇറക്കാൻ പോകുകയാണ്. ആമേൻ. പല സഹോദരിമാരോടും ചോദിച്ചാൽ പലരും പറയും, ഞാൻ ജീവിക്കുന്നത് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ. ആമേൻ. ഹല്ലേലൂയ. പിതാക്കന്മാരോട് ചോദിച്ചാൽ അവരും പറയും, ഞാനും ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ. നമ്മളൊക്കെ തലമുറ വിടുതൽ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാ പറയുന്നു, സ്പ്ലിറ്റായി കിടക്കുന്ന ചില ബന്ധങ്ങൾ, തകർന്നു കിടക്കുന്ന ചില ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കപ്പെട്ടുകൊണ്ട് ശക്തിയുടെ കേന്ദ്രങ്ങളാക്കി പുറത്തു കൊണ്ടുവരിക ദൈവം ഇന്ന് രാത്രി ചിലരെ ആമേ ഉള്ളിനകത്ത് പദ്ധതി ഇടുന്നുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവെ നിറഞ്ഞു പറയട്ടെ. റാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, റാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു. റാഹേൽ മക്കളെ ഓർത്തു കരയുകയാ കേട്ടോ. നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ജസീഷാജി, കർത്താവിന്റെ മകളെ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി ശക്തമായിട്ട് പ്രവചിച്ച് ദൂത് പറയുകയാണ്. നിങ്ങളുടെ നിലവിളിയുടെ ആഴം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ കർത്താവ് പറയുന്നു, ഒറ്റപ്പെട്ടിട്ടില്ല, വേഗം മറുപടികൾ വെളിപ്പെടാൻ പോവാ. ആമേനമേ. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ കാതലായിരിക്കുന്ന വിഷയത്തിനകത്ത് ദൈവികമായ ചില മഹത്വം ഇന്ന് രാത്രിയിൽ ആ കുടുംബത്തിനകത്ത് വെളിപ്പെടുത്തി മാനിക്കാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും ദൂത് പറയുക. ഉടമന നാം നിലവിളിയുടെ ഒച്ച പലരും കേട്ടിട്ടുണ്ട്, നിലവിളിയുടെ ശബ്ദം പലരും കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തിനാണ് നിലവിളിക്കുന്നതെന്ന് ആരും ചോദിച്ചിട്ടില്ല. പക്ഷെ എന്തിനാണ് നിലവിളിക്കുന്ന അറിയാമെന്ന ഒരു നല്ല ദൈവം പറയുകയാണ്. ആമേ. റാമയിലെ ശബ്ദം സാധാരണ കരച്ചിലല്ല. ആമേ. റാഹേൽ നിലവിളിച്ചത് ഒരു ചെറിയ നിലവിളിയല്ല, ഒരു സന്തതിക്ക് വേണ്ടിയുള്ള നിലവിളിയ. ഇന്ന് രാത്രി ഞങ്ങളുടെ ദാസിയോട് ദൈവാത്മ പറയുന്നു, എണ്ണമറ്റ ദിവസങ്ങൾക്കകത്ത് നിലവിളിക്കുന്ന വിഷയത്തിന്റെ ഉദ്ധാരകനായിരിക്കുന്ന നമ്മുടെ നല്ല ദൈവം ഇന്ന് രാത്രിയിൽ ഒരു മറുപടിയുമായിട്ട് ഞങ്ങളുടെ ദാസിയെ തിരക്കി വരുന്നുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. നമ്മുടെ കർത്താവ് നിലവിളിക്ക് മറുപടി തരുന്നവനാണ്.
ഹല്ലേലൂയ. അതുകൊണ്ട് ശക്തിയോടെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോണം. കർത്താവ് ഈ രാത്രി അഭിഷേകം ചെയ്യാൻ പോകും. ഒരു റാഖേൽ നിലവിളിച്ചു. റാഖേലിനെ പറ്റി കർത്താവിന്റെ ആത്മാവിനെ പഠിപ്പിച്ചത് വീടിനകത്ത് നല്ല സഹോദരിയായിരുന്നെങ്കിൽ അവൾ ഒറ്റപ്പെട്ടവളായിരുന്നു. അനേക സഹോദരിമാരെ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടിരിക്കുക. കാരണം വീടിനകത്ത് ജോലി ചെയ്യുന്നില്ല, ജോലി ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടവളാ. സ്തോത്രം. എത്രയൊക്കെ ചെയ്താലും ചെയ്തിടമില്ല, എത്രയൊക്കെ പറഞ്ഞാലും പറഞ്ഞിടമില്ല, എത്രയൊക്കെ ചെയ്തു വെച്ചാലും ചെയ്തിടമില്ല. ആമേൻ. പക്ഷെ എവിടൊക്കെ അവഗണിക്കപ്പെട്ടോ അവിടെ മാനിച്ച് പുറത്തു കൊണ്ടുവരുന്ന സാന്നിധ്യം ഇന്ന് രാത്രി ചിലരെ തൊടുന്ന രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എന്റെ ഒറ്റപ്പെടനെ അഴിച്ചു മാറ്റിക്കിട്ട് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്റെ നിലവിളിയുടെ നടുവിൽ ഇറങ്ങി വന്നെന്നെ വിടുവിക്കുന്ന ഒരു നല്ല താതനുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ രാത്രിയിലും ഞാൻ എന്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എന്തെന്നറിയാമോ? ആൺകുട്ടികളെ എല്ലാം കൊന്നു കളയാൻ വേണ്ട ഹെരോദാവ് വലിയ പരിപാടി കിട്ടി. ഈ ആൺപിള്ളേരുടെ നല്ല പോരാട്ടമുണ്ട്. എന്നാൽ പെൺപിള്ളേരുടെ പോരാട്ടം എന്നില്ല, അവർക്കും വലിയ ഏറ്റ പോരാട്ടങ്ങളാ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. അതുകൊണ്ട് ഈ പോരാട്ടം വന്നപ്പോ റാഖേലിന് ഒറ്റ കാര്യം മനസ്സിലായി, ഇനി ഇവിടെ ആരും വിളിച്ചു കയറ്റിട്ട് കഥയില്ല, ഇനി മുഴങ്കാലമടക്ക പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി എനിക്കറിയാം പ്രാർത്ഥിക്കുന്ന ചില ദൈവ കുഞ്ഞുങ്ങൾ അകത്തിരിപ്പുണ്ട്. ആമേൻ. നിലവിളിക്കുന്ന ചിലർ അകത്തിരിപ്പുണ്ട്. കൈവിട്ടു പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതം പോലും ഒറ്റപ്പെട്ടവളെ പോലെ ഒരു പതുകിയെ പോലെ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവിന്റെ ആത്മാവ് ഈ രാത്രി പറയുന്നു, കർമ്മേന്റെ നടുവിൽ തീയിറക്കിയ ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അസാധാരണ ദൈവത്തിന്റെ പ്രവർത്തികള് പരിശുദ്ധാത്മാവ് ഈ വർഷം ചെയ്തെടുക്കുമെന്ന് എത്ര പേര് രാത്രി ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്? ശക്തിയോടെ പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാ. ആമേൻ. ഗ്രേസിയാന്റെ ഒക്കെ നല്ലവണ്ണം പ്രാർത്ഥിച്ചോണേ. കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ശക്തമായി ഇതിനകത്ത് വിളിച്ചു പറയുന്നു. സ്തോത്രം. ദൈവം ചിലത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ചില പ്രതികൂല സാഹചര്യത്തിനകത്തൂടെ ദൈവം കയറ്റിവിടുന്നത്. പേരും പെരുമയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖവും പ്രയാസവും ആരും അറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് അങ്ങനെ ദാസിയെ നോക്കി പറയുന്നു, സ്തോത്രം, കല്ലെറിഞ്ഞ് ഇത് തീർത്ത് കളയാൻ, കല്ലേറിനാൽ ഇത് വീഴ്ത്തിക്കളയാ. ഈ മീറ്റിങ്ങിനെതിരെ, ഈ ശുശ്രൂഷകൾക്കെതിരെ ഇരുന്നു കൊണ്ട് ഇതിനെ തകർത്തു കളയാൻ വേണ്ടി വെല്ലുവിളിക്കുന്ന വലിയൊരു ഗ്രൂപ്പിനെ ദൈവാത്മാവിനെ കാണിക്കുക. അതിന്റെ നടുവിൽ ശക്തിയോടെ നിൽക്കാം. ദൈവാത്മ കൃപ തരട്ടെ എന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാ. ഇതങ്ങ് നിർത്തിയാൽ തനിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു. ഇതങ്ങ് നിർത്തിയായിരുന്നെങ്കിൽ മാറിയിരുന്ന് തലമുറയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ച പല സമയങ്ങളും ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഏറ്റ കാര്യം വലിയ വലിയ വിലയുള്ള കാര്യമാകയാൽ ഇന്ന് രാത്രി പിന്മാറി പോകാതെ കൃപയ്ക്ക് വേണ്ടി നിൽക്കാൻ പരിശുദ്ധാത്മാവ് അങ്ങനെ ദാസിയെ നോക്കി വ്യക്തമായി ദൂത് വിളിച്ചു പറയുക. കുടുംബത്തിനകത്തും തലമുറയ്ക്കകത്തും അടിക്കുന്ന ചില പോരുകളും അതിന്റെ വ്യാപാരങ്ങളെ മാറ്റിക്കൊണ്ട് ഈ കണ്ണുനീരിന്റെ വില ചില ദിവസങ്ങൾക്കകത്തും മഹത്വമായി വെളിപ്പെടുത്തക്ക നിലവാരത്തിൽ ദൈവികமான കരമങ്ങളുടെ ദാസിയെ തൊടുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. ശക്തിയോടെ പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാ. നടക്കത്തില്ലെന്ന് വിധി പറഞ്ഞ ചിലതിനെ നടപ്പിലാക്കി കർത്താവ് ഇന്ന് രാത്രി അങ്ങയുടെ ദാസിയെ തൊടാൻ പോയി കേട്ടോ. ഈ മീറ്റിങ്ങിനെതിരെ ശക്തമായ വെല്ലുവിളികളുണ്ട് കേട്ടോ. ചില ആത്മീയ പോരാട്ടം എന്ന് പറയുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. പ്രൈസ് ഗോഡ്. ആമേൻ. സ്തോത്രം. അല്ലേ? പൗലോസ് പണ്ട് നമുക്ക് ആശ്വാസ വചനമായിട്ട് തന്നെ അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. സ്തോത്രം. എന്നെ ഉപദ്രവിച്ചവരൊന്നും ചെറിയ പാർട്ടികളൊന്നും അല്ല, യഹൂദന്മാരാ, എന്നെ കുറിച്ച് നല്ലവണ്ണം അറിയാവുന്നവർ. പക്ഷെ എന്റെ പേര് നിങ്ങൾക്ക് അറിയാമല്ലോ, പാസ്റ്റർ ജേസൺ. എന്നെ ഒരാൾ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ എന്നെ കുറിച്ച് നല്ലോണം അറിയാവുന്നവരാ. എന്നെ അറിയാത്ത സ്വതന്ത്രക്കാരനവരൊന്നും എന്നെ ഉപദ്രവിക്കാറില്ല. എന്റെ ഡീറ്റെയിൽസ് അറിയാവുന്നവർ എന്നെ ഉപദ്രവിക്കും. എന്റെ ഉറവിടം അറിയാൻ തന്നെ ഉപദ്രവിക്കും. ആന്റിയോടെ ഞാൻ ഇതെല്ലാം പറയുന്നത് കേട്ടോണം, ആരാധിച്ചോണേ, പ്രാർത്ഥിച്ചോണേ. ഉറവിടം അറിഞ്ഞിട്ടാണ് ഉപദ്രവം വരുന്നത്. നിലനിൽക്കുമെന്ന് അറിഞ്ഞവരുടെ പോരാട്ടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതൊന്നും നിർത്തിക്കളയാൻ വേണ്ടി പല പദ്ധതിയും തയ്യാറാക്കുമ്പോൾ വലിയൊരു കാര്യം അങ്ങയുടെ ദാസിയിൽ കൂടെ ദൈവം ആരംഭിക്കാൻ പോകും കേട്ടോ. ഉടമന റഗനഗഡഗസി തകർച്ചകൾ മുന്നിൽ തന്നുകൊണ്ട് പിന്മാറ്റിക്കളയാൻ ദുഷ്ടപിശാച് വാദിക്കുമ്പോൾ ഒരു റാഹേലിന്റെ നിലവിളിയുടെ നടുവിൽ ഒരു സന്തതിയുടെ ഉയർപ്പ് പുറകെ നടന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുക, ഒരു ഉയർപ്പ് ദൈവാത്മാവിൽ ചെയ്തെടുക്കാൻ പോകുക. ഉടമന റമനഗദല ഹദനഗഡഗസിയ. തളർന്നു പോകരുത്, കരം തളർന്നു പോകരുത്. മനസ്സിനെ പതറിപ്പിച്ച് കളഞ്ഞ തകർത്ത് കളയുക. ദുഷ്ടപിശാച് വെല്ലുവിളിക്കുമ്പോൾ ദൈവാത്മ വിളിച്ചു പറയുന്നു, തളർന്നു പോകാതെ നിലവിളിക്ക. ഒരു കാലഘട്ടത്തിൽ ചിലരെ കൂടെ ജോയിന്റ് ആക്കുമെന്ന് പരിശുദ്ധാത്മാവ് രാത്രി ഇടപെടുകയാ.
ഓ റാബാല ഹർഗാസിയ, തകർന്നു പോകുന്ന ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചില പോരാട്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും ചെറുതോതിലൊക്കെ അങ്ങ് ഏശിപ്പോവും. യേശു കർത്താവിന്റെ ജീവിതത്തിൽ യേശു കർത്താവ് മരണത്തെ അഭിമുഖീകരിച്ച് അനേക കുടുംബങ്ങളിൽ ചെന്ന് മരിച്ചവനെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ യേശുവിനും വന്ന അതേ മരണമല്ലേ? എന്നാൽ 3 ദിവസം ഞാൻ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. 3 ദിവസം കർത്താവ് പുറത്തു വന്നെങ്കിൽ യേശുവിന്റെ പ്രാർത്ഥിച്ചോ ഇത് നിർത്തിക്കളയാമെന്നൊക്കെ ശക്തമായ വെല്ലുവിളി ഉണ്ടാകും. മനസ്സങ്ങ് ഭാരപ്പെടും. ഇതങ്ങ് നിർത്തിയാൽ അല്പ പ്രതികൂലത്തിന് കുറവുണ്ടാകും. എന്നാൽ കർത്താവിന്റെ ആത്മാ പറയുന്നു ഇത് വലിയൊരു വടവിഷം പോലെ പന്തലിച്ചു വരത്തക്ക നിലവാരത്തിൽ ദൈവികമാന്നൊരു കരം ഇതിനകത്ത് ചലിക്കും. ശക്തമായിട്ട് ഉറ്റുനോക്കുന്നവരുണ്ട്. തകർത്ത് കളയാൻ വെല്ലുവിളിക്കുന്നവരുണ്ട്. ആത്മീയ ഗോളത്തിൽ പോലും ശക്തമായ എതിരുകളും പോരാട്ടങ്ങളുമുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ പിടിച്ചു നിന്ന് പ്രാർത്ഥിക്കാം. ദൈവാത്മ ബുദ്ധി ഉപദേശിക്കുന്നു. 2 വിടുതലുകൾ കർത്താവ് ചെയ്യുന്നു. ഒന്ന്, തലമുറ സംബന്ധമായ ആകുല ചിന്താകുലയായിരിക്കുന്ന ആ വിഷയത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തൊട്ടുണർത്തിയിട്ട് ഈ വർഷം എന്ത് ദൈവത്തോട് നിരന്തരമായി നിലവിളിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ശക്തമായ ഒരു ദൈവിക വിടുതലുകൾ ദൈവാത്മാവ് ചെയ്തെടുക്കുന്നു എന്ന് ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുന്നു. അതുകൊണ്ട് കരച്ചിൽ നിർത്തരുത്, ശക്തിയോടെ പ്രാർത്ഥിക്കാം. ദൈവാത്മാ ബുദ്ധി ഉപദേശിക്കുകയാ. Praise the Lord. അപ്പൊ റാമയിൽ ഒരു ശബ്ദം കേൾക്കുക കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ശബ്ദം കേൾക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ചർച്ചിലൊരു വീട്ടിൽ ചില വർഷങ്ങൾക്ക് പുറകില് ഞാൻ വിസിറ്റിങ്ങിന് പറഞ്ഞിട്ട് ചെല്ലത്തില്ല. പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പലതും നമുക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് പറയാതെ അങ്ങ് പോകും. എന്തെങ്കിലും കാണട്ടെ വിചാരിച്ച് ഞാൻ നോക്കിയപ്പോഴത്തേന് ഞാനും എൻ്റെ വൈഫും കൂടെ ഒരു വീട്ടിൽ വിസിറ്റിങ്ങിന് പോയപ്പോഴത്തേന് പാരച്ചൂട്ട് പറന്നു വരുന്ന പോലെ ഒരു പ്ലേറ്റ് പറന്നു വരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതിന് 25 ചുളുക്കവും അടി കൊണ്ട് ചതഞ്ഞൊരു പ്ലേറ്റ്. ഓടി വന്നപ്പോ എന്നെ ചോദിച്ചാല് സ്തോത്രം വിളമ്പി വെച്ച ആഹാരത്തിനകത്ത് ഉപ്പിന്റെ അംശം കുറഞ്ഞെന്നും പറഞ്ഞ് ഭർത്താവ് എടുത്ത് എറിഞ്ഞതാ. എന്റെ സഭയുടെ സെക്രട്ടറിയാ. നല്ല രാമയും പറയാം ശക്തിയോടെ. ഹല്ലേലൂയ. സഭയുടെ സെക്രട്ടറി ആയിരിക്കും, പക്ഷെ ദേഷ്യത്തിനൊരു കുറവും കാണത്തില്ല. ഈ പാരച്ചുട്ട് പോലെ പ്ലേറ്റ് വന്ന് വീണത് എന്റെ ചുവട്ടില്ല. ഞാൻ എതിർത്ത് നോക്കുക ഒരു 300 ചളുക്കമുണ്ട്. ഞാൻ അർത്ഥം ചോദിച്ചാൽ ഡെയിലി ഇത് അടി കൊള്ളുന്ന സാധനമാണ്. നല്ല രാമയും പറഞ്ഞാട്ടെ. വീട്ടിലെ പ്ലേറ്റ് കണ്ടാൽ അറിയാം വീട്ടിലുള്ളവരുടെ സ്വഭാവം. നല്ല രാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വീട്ടിലെ സ്വഭാവം അറിയണമെങ്കിൽ വീട്ടിലെ പ്ലേറ്റ് നോക്കണം. എത്രയൊക്കെ വെച്ച് കൊടുത്താലും ചിലതിന് പിടിക്കത്തില്ലെന്നേ. സ്തോത്രം, ഹല്ലേലൂയ. വീട്ടിലെ ഭാര്യ വെച്ച് കൊടുത്താലും അപ്പുറത്തെ തങ്കമ്മ കൊച്ചാമേ തങ്കമ്മയുടെ കടയിലെ ആഹാരമൊക്കെ പിടിക്കത്തുള്ളൂ ചിലർക്ക്. സ്തോത്രം. അതുകൊണ്ട് ഒന്നും ഭാരപ്പെടേണ്ട. കഷ്ടപ്പെടുന്ന തന്റെ ജനത്തിന് വേണ്ടി വഴി തുറക്കാം. ദൈവം വിശ്വസ്തനാ. നല്ല രാമയും പറഞ്ഞാട്ടെ. അപ്പൊ നിലവിളിക്കുന്ന തന്റെ ഭക്തന്മാരോട് കർത്താവിന് ഇന്ന് രാത്രി ഇടപെടാനുണ്ട് കേട്ടോ. റാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു. അതുകൊണ്ട് ആ നിലവിളി നോക്കിയപ്പോഴാ മനസ്സിലായത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ നിലവിളിക്കും. നമ്മുടെയൊക്കെ നാട്ടില് സ്തോത്രം നിലവിളി സന്ധ്യയിലാപ്പിച്ച് ഇന്ന് വന്ന് ഒരു വീട്ടിനകത്ത് സന്ധ്യാപ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല, ഒന്നുമില്ല. എല്ലാം സീരിയലും കണ്ട് കരഞ്ഞും സ്തോത്രം ഞായറാഴ്ച എന്ന് ഭയങ്കര സാക്ഷ്യവും പറയും. സാക്ഷ്യം ദൈവത്തിനോട്ട് ഇട്ടുവോ അല്ലാതെ വേറെ വിഷയം. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി വളരെ ചിന്തിക്കണം. കരയുന്നെങ്കിൽ തലമുറയ്ക്ക് വേണ്ടി കരയണം. ബാക്കി എല്ലാ വിഷയം മാറ്റി വെച്ചിട്ട് ഇന്ന് തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞ തലമുറ രക്ഷപ്പെട്ട നമ്മളെ രക്ഷപ്പെട്ടു കേട്ടോ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധ റാഹേൽ എന്നോട് കർത്താവ് രാത്രി പറയുന്നു, റാഹേലിന്റെ തലമുറയെ കർത്താവ് ആദരിക്കാതിരിക്കത്തില്ല. തലമുറയെ കർത്താവ് മാനിക്കാൻ കഴിവുള്ള ദൈവമുണ്ട്. എന്റെ അമ്മ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ ഞാൻ ആരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ നിന്റെ സന്തതി മുട്ടുമടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി ശക്തമായിട്ട് ആലോചന ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. നീ റാഹേലിന്റെ പുത്രനാണെങ്കിൽ നീ ഒരു യോസഫാ. നീ റാഹേലിന്റെ പുത്രനാണെങ്കിൽ കരഞ്ഞു കിട്ടിയ പ്രതിഫലമാണെങ്കിൽ നിന്റെ പേര് യോസഫ് എന്നാണ്. നീ അനുഭവിച്ച വ്യതകളെ മാറ്റാം. ദൈവം വിശ്വസ്തൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. നീണ്ട 20 വർഷത്തിന് മുമ്പ് നീണ്ട 20 വർഷത്തിന് മുമ്പ് യോസഫ് അനുഭവിച്ചൊരു വ്യഥകൾ ഉണ്ടായിരുന്നു. വീടിനകത്ത് അനുഭവിച്ചൊരു നിന്ന. ഹല്ലേലൂയ. സ്വപ്നം പറഞ്ഞതാണ്. സ്വപ്നം പറഞ്ഞപ്പോ സഹോദരന്മാർക്ക് പിടിച്ചില്ല, അപ്പനും പിടിച്ചില്ല, അമ്മയ്ക്കും പിടിച്ചില്ല. ഹല്ലേലൂയ. ചില അമ്മമാരങ്ങനെ, ചില അപ്പന്മാരങ്ങനെ, ചില സഹോദരന്മാരും അങ്ങനെ. കണ്ട സ്വപ്നം പറഞ്ഞതിന്റെ പേരിൽ അനുഭവിച്ചത് പൊട്ടക്കടറ വാസമാണ്. എന്നാൽ തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞെ നിന്നെ എനിക്ക് പെട്ടെന്ന് അഭിഷേകം ചെയ്ത് പുറത്തിറക്കി രാജസ്ഥാനത്ത് ഇരുത്താം. പക്ഷെ തമ്പുരാൻ എടുത്ത സമയം 20 വർഷമാണ്. ഹല്ലേലൂയ. തന്റെ 17ാമത്തെ വയസ്സിൽ അനുഭവിച്ച നിന്നയാ. പക്ഷെ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സഹോദരന്മാരെ നോക്കിയപ്പോൾ യോസഫ് ഇരിക്കുന്ന കസേര
ഇവിടുത്തെ ചാരു കസേരയോ ഇവിടുത്തെ പ്ലാസ്റ്റിക് കസേരയോ നമ്മൾക്ക് ഇരിക്കുന്ന കറങ്ങുന്ന കസേരയല്ല. രാജസ്ഥാനത്തെ സ്ഥിരമായൊരു കസേരയാ. പരിശുദ്ധാണ് പറഞ്ഞത് 2025 ഫിക്സഡ് ആയിരിക്കുന്ന ഒരു കസേരയിൽ തമ്പരാനിരുത്തി. ആമേൻ. നിന്ദകളെ മാറ്റി കഴിഞ്ഞ 20 വർഷത്തെ കണക്കാക്കി ദൈവത്വം അനുഭവിച്ച നിന്ദകളെ തുടച്ചു മാറ്റി ഒരു അത്ഭുത കസേര പ്രദീപ് ബ്രദറിന് വേണ്ടി കർത്താവ് ഒരുക്കുന്നു. സന്തോഷമുള്ള ദൈവമക്കളുണ്ടെങ്കിൽ നന്ദിയോടെ കർത്താവിന് ആരാധന കൊടുത്താട്ടെ. നിന്റെ നിന്ദകൾ മാറുന്ന വർഷമാ, നിന്റെ ആക്ഷേപങ്ങൾ മാറുന്ന വർഷമാ. ഇന്ന് രാത്രി അസാധാരണമായ വിടുതൽ ആ കുടുംബത്തിനകത്ത് ചലിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരമടിച്ച് എന്റെ കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാ. വീടിനകത്തുനിന്ന് അപമാനം വന്നത് ആ സീറ്റ് റെഡി ആയത് കേട്ടോ. വീട്ടുകാരെല്ലാം ചിന്തിച്ചാൽ ഇവനെ അങ്ങ് ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഇവൻ ഇവിടം കൊണ്ടങ്ങ് ഒതുങ്ങുമെന്ന്. സത്യം പറഞ്ഞാൽ നമുക്കിതിന് പ്രശ്നം വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും രക്ഷപ്പെടത്തില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ 1998 ഇറങ്ങിയപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ എത്ര നാൾ പോയി? ഞാൻ നിന്നെ പ്രസവിച്ചതായതുകൊണ്ടങ്ങ് പറയാം, നീ അധികം നാൾ പോകത്തില്ലെന്ന്. അമ്മയ്ക്ക് നല്ലവണ്ണം അറിയാം എൻ്റെ സ്വഭാവം കണ്ട് ഞാൻ പോകത്തില്ലെന്ന്. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായ, അമ്മയുടെ വാക്കിനകത്ത് വലിയ വിശ്വാസമൊന്നും ആർക്കും ഇല്ല. ദൈവം നിന്നോട് പറഞ്ഞൊരു വാക്കുണ്ടെങ്കിൽ വീട്ടുകാരുടെ വാക്കിനകത്ത് കിടക്കുന്ന അല്ല പ്രതിബ്രതരെ. കർത്താവിന്റെ ആത്മാ പറയുന്ന വീടിനകത്ത് ചിലതിനെ കൂടെ ഈ സത്യത്തിലേക്ക് വലിച്ചിറക്കുന്ന വർഷമായത് കേട്ടോ. ദൈവാത്മാ വ്യക്തമായി വിളിച്ചു പറയുന്ന, എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ. എഴുതി വെച്ച് പ്രാർത്ഥിച്ച അഭിഷേകത്തിനകത്ത് ദൈവികമായ കരം ഈ ദിവസങ്ങളിൽ വെളിപ്പെടും. നിന്ദിച്ചവരൊക്കെ ലൊക്കേഷൻ തിരക്കി ഇരിക്കുന്ന ഇടത്ത് വരെ സമയമായി എന്ന് ഇന്ന് രാത്രിയിലും ആത്മാവ് ദൂത് പറയുക. നിന്ദകൾ ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ വിടുതൽ കിട്ടിയിരിക്കും. അപമാനം ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ വിടുതൽ വ്യാപരിച്ചിരിക്കുമെന്ന് ഇന്ന് രാത്രിയിലും ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ആമേൻ. അതുകൊണ്ട് യോസഫിന് 10-20 വർഷം കഴിഞ്ഞപ്പോൾ അതിന്റെ വിടുതൽ അങ്ങനെ വെളിപ്പെട്ടു. ഇത് സഹോദരന്മാർ വന്ന് കണ്ടു. അവർ വന്ന് ചെറുതെ വന്നല്ല, ഒഴിഞ്ഞ ചാക്ക് കെട്ടുമാട്ടാ വന്നേ. അവർക്കറിയാം ഇനി യോസഫിന്റെ വീട്ടിൽ പോയെങ്കിലേ കാര്യം നടക്കത്തുള്ളെന്ന്. യോസഫിന്റെ അമ്മയുടെ പേരോട് ഞാൻ അങ്ങ് പറഞ്ഞു വിടാം. അവന്റെ അമ്മയുടെ പേരാണ് റാഹേൽ. ഹാലേലൂയ. ഒരു അമ്മയെ, നല്ലൊരു അമ്മയും പറഞ്ഞാട്ടെ. പ്രാർത്ഥിക്കുന്ന അമ്മയുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന തലമുറ ഉണ്ടാകുമെന്ന് നല്ലൊരു അമ്മയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എവിടെയോ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവിടെ ദൈവാത്മാ പറയുന്നു, ഒരു തലമുറയെ പുറത്തു കൊണ്ടുവരുന്ന പ്രാർത്ഥിക്കുന്ന ചില ആമ റാഹേലുമാരെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോവുകയാ. ഒരു കാര്യം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. നിന്റെ കുഞ്ഞ് എവിടെ പഠിക്കണമെന്ന് വീട്ടുകാരല്ല തീരുമാനിക്കുന്നത്. നിന്റെ തലമുറ എവിടെ ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് വീട്ടിലെ അമ്മാച്ചന്മാരല്ല. ഹല്ലേലൂയ. നിന്റെ തലമുറ എവിടെ പാർക്കണം, എവിടെ ജോലി ചെയ്യണം, എവിടെ ആരാധിക്കണം തീരുമാനിക്കുന്നത് നിന്നെ സൃഷ്ടിച്ച ദൈവമാ. ആമേൻ. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ തലമുറ എവിടെ ഹൈ സ്റ്റഡിക്ക് പോകണം തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണെന്ന് പ്രസവിച്ച അമ്മയ്ക്ക് പോലും അറിയാത്ത കാര്യം ആത്മാ വിളിച്ചു പറയുകയാണ്. നിന്റെ തലമുറയെ അയക്കേണ്ടിടത്ത് അയച്ച് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. എവിടെയോ ബ്ലോക്കായി കിടക്കുന്ന മേഖലകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പൊട്ടമുവ. റമന ഹദര ജഗാല ഹസ്തജാലഗസി റംധനവയുടെ പ്രബന്ധനാലഘടകസിയ. ഇന്ന് രാത്രി നീ ചിന്തിച്ചതിനേക്കാൾ ശ്രേഷ്ഠകരമായി ഒരത്ഭുതം. ജോളി ബോവസ് പ്രാർത്ഥിച്ചാടെ. കർത്താവിന്റെ മകളോട് പരിശുദ്ധാത്മ പറയുന്നൊരു ആമേൻ സ്തോത്രം. ഒരു കനാന്യ സ്ത്രീയുടെ വിഷയം ഇത് തന്നെയായിരുന്നു. ഞാൻ പ്രസംഗിച്ചു വന്ന വിഷയം തന്നെ. എന്താണെന്നറിയാമോ? അവിടെ വിഷയം അവിടെ മകളായിരുന്നു. ആമേ. അവിടെ മകളുടെ വിഷയത്തിനകത്ത് ക്രമീകരണം വന്നാൽ അവളെ രക്ഷപ്പെട്ടെന്നുള്ളതാ. ഹല്ലേലൂയ. എന്നാൽ അവൾ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ കർത്താവ് പറഞ്ഞു, മക്കളെ അപ്പം ഞാൻ നായ്ക്കുട്ടികൾക്കിട്ട് കൊടുക്കത്തില്ല, പ്രാർത്ഥന നിർത്തിക്കോളാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴും അവള് പറഞ്ഞു, ഇല്ല കർത്താവേ, മകളുടെ വിഷയത്തിനകത്ത് വിടുതൽ കാണാതെ ഞാൻ പട്ടണം വിട്ടു പോകത്തില്ല. എന്നാൽ അവസാനം അവളോടൊരു കാര്യം, ജോളി ബോവസ് എന്ന ആന്റിയോട് ഈ ദൂത് പറയുമ്പോൾ ഒരു തലമുറക്കെങ്കിലും ജന്മം കൊടുത്തവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്തോണേ. കർത്താവിന്റെ ആത്മാ പറയുന്നത് ഇങ്ങനൊരു പദമാ പറഞ്ഞത്, മകളെ നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെന്ന്. അതിനർത്ഥം 2025 പ്രസവിച്ചിട്ടത് മകളാന്നറിഞ്ഞപ്പോൾ മകളെ പറ്റി എഴുതി വെച്ചൊരു പ്രമാണമുണ്ട്. എന്റെ മകളെ ഇന്നതാക്കണം, എന്റെ നിന്ന മാറ്റാൻ, എന്റെ തലമുറ പുറത്തു വരണമെന്ന് പ്രാർത്ഥിച്ച അമ്മമാരോട് കർത്താവിന്റെ ആത്മാ പറയുന്നു, നീ കണ്ട സ്വപ്നം പോലെ നിന്റെ തലമുറ പുറത്തു വരാൻ പോവാ. നീ എഴുതി വെച്ചതുപോലെ, നീ പ്രാർത്ഥിച്ചു വെച്ചതുപോലെ നിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവന്ന് എന്റെ കർത്താവ് അത്ഭുതമാക്കുമെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോണം. കർത്താവ് നമ്മുടെ തലമുറയെ മാനിക്കുന്ന രാത്രിയാ.
റാമയിലെ ശബ്ദം കേട്ടപ്പോൾ ഓരോരുത്തർ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അവരോർത്ത് വിലാപ വീടായിരിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ഇത് വിലാപ വീടല്ല താമി, ഇത് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടക്കുക. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച കൂടാരങ്ങളെ ഒന്നും എന്റെ കർത്താവ് തള്ളിക്കളഞ്ഞിട്ടില്ല കേട്ടോ. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മ മകളുടെ ദാസിയോട് ആര്യ എന്ന് പറയുന്ന മകളൊന്ന് ആര്യ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വചനത്തിനകത്തൂടെ നിന്നൊരു ശക്തമായ സന്ദേശം തരുന്നു. സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. ഒരു ദൈവവചനം ഞാൻ പറഞ്ഞു തരാം. 142 സങ്കീർത്തനത്തിനകത്തൊരു വാക്യമുണ്ട്, നാമെ വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവരാരുമില്ല, ശരണം എനിക്ക് പോയിപ്പോരിക്കുന്നു, എന്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവരാരുമില്ല, ശരണം എനിക്ക് പോയിപ്പോരിക്കുന്നു, എന്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. മകളെ, പരിശുദ്ധാത്മാവ് പറയുന്നു, അദുല്ലാം ഗുഹയ്ക്കകത്ത് അകപ്പെട്ട ഒരു ദാവീദിനെ പോലെ ഇരിക്കുന്ന ഇരിപ്പിടമാ. ഒരു ഗുഹയ്ക്കകത്ത് അകപ്പെട്ടതുപോലെ ഒന്ന് പുറത്തോട്ട് പോകണമെന്ന്, പക്ഷെ എന്നെ അറിയുന്നവരാരുമില്ല, ശരണം തരേണ്ടവർ ശരണം തരുന്നില്ല, പക്ഷെ എന്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ലെന്ന് പറഞ്ഞ് ഒരു ഗുഹയ്ക്കകത്ത് അകപ്പെട്ട ഒരു ദാവീദിനെ പോലെ ഭാരപ്പെടുന്ന മകളെ, പരിശുദ്ധാത്മാവ് പറയുന്നു, ഗുഹ വിട്ട് പുറത്തിറങ്ങിയപ്പോൾ അവന് ദൈവത്തിന് നന്ദി പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇടത്തുനിന്ന് പുറത്തു വന്ന് അത്ഭുത വിഷയമാക്കി ദൈവത്തിന് മാറ്റാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. വീണു പോകുമെന്ന് പറഞ്ഞവരുണ്ട്, താണ് വീണു പോകുന്നു പറഞ്ഞവരുണ്ട്, മരണത്തിന് വിധി കൽപ്പിച്ചവരുണ്ടായിരുന്നു. പ്രാണൻ ഇത്ര നേരെ ഓടത്തുള്ളെന്ന് പറഞ്ഞ് വിഷാദകരമായ അവസ്ഥയ്ക്കകത്തൂടെ പോകേണ്ട സാഹചര്യങ്ങൾ മുന്നിൽ വന്നിട്ട് പിടിച്ചു നിർത്തിയ ദൈവമുണ്ടല്ലോ, അത് അത്ഭുതങ്ങളുടെ ദൈവമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞു. ഒരു മരണത്തിനോ ഒരു അന്ധകാരത്തിനോ ഇരുളിന്റെ തേർവാഴ്ചകൾക്കോ തകർത്ത് കളയാൻ കഴിയാത്തൊരു അഭിഷേകത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രി സഹോദരിമേൽ നടക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇന്ന് രാത്രി ആ മഹത്വമ കൂടാരത്തിൽ തിരക്കിയിറങ്ങി വരികയാ. റമനഘടക ജനാരകൾ ഖമനഘടകസിയ. കർത്താവിന്റെ മകനെ പരിശുദ്ധാത്മ വാത്സല്യ സഹോദരനോട് പറയുന്നു, നെഞ്ചുപൊത്തി ഇരിക്കുന്നത് പോലെ. ഹല്ലേലൂയ. എവിടെങ്കിലും എന്തെങ്കിലും വിഷാദകരമായ അവസ്ഥകൾ വന്നിട്ട് ലോകത്തിന് പോലും മാറ്റപ്പെടേണ്ട സാഹചര്യങ്ങൾ, അത് രോഗമായി, ബന്ധനമായി, പോരുകളായി, പോരാട്ടമായി ജീവിതത്തിന് കടന്നു വന്നിട്ട് തകർത്ത് കളയാൻ വെല്ലുവിളിച്ച മരണത്തിന്റെ കയറിനെ പൊട്ടിച്ചു മാറ്റി ജീവന്റെ അവസ്ഥയിലേക്ക് കുതിക്കത്ത നിലവാരത്തിൽ ദൈവത്തിന്റെ കരം ആ മുറിക്കകത്ത് രാത്രി ഇറങ്ങാൻ പോകുക. വീഴ്ത്തിക്കളയാൻ നോക്കിയവരുടെ നടുവിൽ, താഴ്ത്തിക്കളയാൻ നോക്കിയവരുടെ നടുവിൽ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് ഇന്ന് രാത്രിയിലും പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും ഇടപെടുകയാണ്. ആമേൻ. 2 വചനം കർത്താവിന്റെ ദാസന മകനോട് ദൈവത്തിന്റെ ആത്മാവിൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1, ആമേൻ, ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി ഒരവസരം കിട്ടിയപ്പോൾ അവൻ സാക്ഷ്യം പറഞ്ഞു. ആരോടാ സാക്ഷ്യം പറഞ്ഞെന്നറിയാമോ? ശൗലിനോടാ സാക്ഷ്യം പറഞ്ഞു. ശൗലിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഒരിക്കൽ ഞാൻ വനാന്തരത്തിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സിംഹവും ഒരു കരടിയും വന്നു. ആമേൻ, സ്തോത്രം. സിംഹവും കരടിയും കൂട്ടുകൂടുന്നുണ്ട്, ഓർത്തോണം. ഇവ വലിയ പരിപാടിക്കാരൻ. ആമേൻ, ഹല്ലേലൂയ. സിംഹവും കരടിയും എന്ത് കേൾക്കില്ല? കേൾക്കില്ല? ആമേൻ, ആമേൻ. സിംഹവും കരടിയും Praise God, praise God. Praise Lord. കേൾക്കാമോ? ഓക്കെ. പറയുന്ന തന്നെ എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് കേൾക്കാം, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ചോദിച്ചത്. ഓക്കെ. ആന്നല്ലേ? ഓക്കെ. സിംഹവും കരടിയും കൂടെ കൂട്ടുകൂടി. സിംഹത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞത് സ്തോത്രം, ഹല്ലേലൂയ, ഇവൻ ആക്രമിക്കുന്നത് നെഞ്ചിന് നേരെയാ. സിംഹം ചാടി വരുന്ന കണ്ടിട്ടുണ്ടോ? സിംഹം ചാടി നെഞ്ചിന് നേരെയാ കടന്നു വരുന്നേ. ആമേൻ, സ്തോത്രം. 2, ഈ കരടിയുടെ പരിപാടി എന്ന് വെച്ചാൽ അവൻ മുഖം തരത്തില്ല, ഇവൻ പമ്മി ഈ 2 വിധ ശക്തികളെ തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി പ്രാർത്ഥന ആരംഭിക്കണം. പ്രിൻസ് ദോഹ കേട്ടോ, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവ് ഒത്തിരി കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ 2 വിധ ശക്തികൾ, 1 അറ്റാക്ക് ചെയ്യുന്നതുണ്ട്, 2 പാത്തും പമ്മിയും നിന്ന് തകർത്ത് കളയാൻ നോക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. അതിനെ ഇന്ന് രാത്രി ബന്ധിച്ച് അതിനെ ശാസിക്കാം. ദൈവാത്മാവ് ദൂത് പറയുന്നു. ശക്തമായിട്ട് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോണം.
ദൈവം കർത്താവ് സ്നേഹിക്കുന്നു എന്ന് ആത്മവിരാത്രി ഇടപെടുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് നിലവിളിക്കുന്നവരോട് കർത്താവിന് വലിയ പദ്ധതിയുണ്ട് കേട്ടോ. നിലവിളിക്കുന്ന ദൈവമക്കളോട് കർത്താവിന് വലിയൊരു പദ്ധതിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ആമേൻ. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൽ നാം വായിച്ചത് റാഹേലിനെ കർത്താവ് ഓർത്തപ്പോൾ ദൈവയുടെ ഗർഭം തുറന്നു, അല്ലേ? സ്തോത്രം. അവളൊരു മകനെ പ്രസവിച്ചു. അവന് യോസഫ് എന്നാ പേരിട്ടത് കേട്ടോ. വചനത്തിൽ വായിക്കുന്നു, യഹോവ എന്റെ നിന്ന മാറ്റി. നമ്മുടെ തലമുറ ദൈവം തന്നപ്പോഴേ നമ്മുടെ നിന്ന മാറിയിരിക്കുക. നല്ല രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, അല്ലേ? സുശീല ജേസൺ ആന്റി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്ക് എന്തോ പ്രശ്നം ഉണ്ടെങ്കിലും, ഞാൻ എല്ലാവരും കൂടെ പറയുന്നത്, ആന്റിയോട് സംസാരിക്കുമ്പോൾ കേട്ടോണേ. സ്തോത്രം. നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ നമ്മുടെ നിരാശകളെല്ലാം അങ്ങ് മാറാറുണ്ട്. അതെല്ലാവർക്കും ഇല്ല, ചിലർക്കൊക്കെ. ആമേൻ, ഹല്ലേലൂയ. എത്ര കടമുണ്ടെങ്കിലും, എത്ര ലോണുകാർ വിളിച്ചാലും, ആമേൻ, എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും കുഞ്ഞുങ്ങളുടെ മുഖത്തോട്ട് നോക്കി, ആ കുഞ്ഞിനെ നമ്മുടെ തലമുടെ മുഖത്തോട്ട് നോക്കി, ഇത് എത്ര പ്രശ്നം വന്നാലും അത് മാറാനുള്ള വിഷയമേ ഉള്ളൂ. അന്ന് പറഞ്ഞ പോലെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ആമേ, സുശീലാന്റി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളെ സ്നേഹിച്ച് അടുത്തു വന്ന് റാഹേലിനെ ഓർത്തപ്പോൾ ഒരു യോസഫ് പുറത്തു വന്നെന്നുള്ളതാ. തലമുറയുള്ള ബന്ധത്തിൽ ദൈവാത്ത പറയുന്നു, തലമുറയിൽ കൂടി ഒരു വലിയ ദൈവപ്രവർത്തിയുടെ നാളുകളെ ദിവസങ്ങളിൽ. അതുകൊണ്ട് ആത്മാവിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ, നിരാശകളെ വഴിമാറ്റിച്ച് വിട്ടിട്ട് ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കാൻ ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. അതുകൊണ്ട് ആമേൻ പറഞ്ഞ ശക്തിയോടെ പ്രാർത്ഥിച്ചോ. ഒരു യോസഫിനെ പുറത്തു കൊണ്ടുവന്നത് പോലെ സന്തതികളെ പുറത്തു കൊണ്ടുവന്ന് മാനിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും ഇടപെടുകയാ. റിമന റബൽഖമാന വൈഡപ്രബാലഘടകസിയ അർദ്ധന ജഗൽഖനഗസിയ ശക്തമായ ദൈവപ്രവർത്തിയുടെ നാളുകളാണ് കർത്താവിന്റെ ദാസിയുടെ മേൽ ദൈവാത്മാവ് വെച്ചിരിക്കുന്നത്. ജീവിതത്തിലെ കടബാധ്യതകൾ മാറ്റാൻ വേണ്ടി ഏലീശ വന്ന് വീടിനകത്ത് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഒറ്റക്കാര്യം പറഞ്ഞുള്ളൂ, എന്റെ ഭർത്താവായിരിക്കുന്ന മനുഷ്യൻ വിശ്വസ്തനായ ഒരു ദൈവ മനുഷ്യനായിരുന്നു. പക്ഷെ കടക്കാരെ ഞങ്ങളുടെ 2 മക്കളെയും പിടിച്ചോണ്ട് പോകാൻ ഇവിടെ വന്നിരിക്കുന്ന അവകാശം പിടിഞ്ഞിരിക്കുക. തലമുറകളെ പിടിച്ചുകൊണ്ട് അവകാശപ്പെടുത്തിയിരിക്കുകയാ. പക്ഷേ ഒരൊറ്റ പ്രാർത്ഥനയുടെ നടുവിൽ സ്വർഗം തുറന്നു. അവിടെ പാത്രം മുഴുവനും നിറയത്തക്ക നിലവാരത്തിൽ എണ്ണയുടെ വരവ് ആരംഭിച്ചു. മതി എന്ന് പറയുന്ന വരെ എണ്ണ വന്നു തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസി ദൈവാത്മ പറയുന്നു, ഒരു വലിയ കുടുക്കിനകത്തുനിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി അത്ഭുതമാക്കാൻ പോവാന്ന് പരിശുദ്ധാത്മാവ് രാത്രി ഇടപെടുന്നു. ബാബു എ മാവേലിക്കര ശക്തമായിട്ട് ആ കുടുംബം ആ സകലമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവാത്മ നിങ്ങൾ പറയുന്നു, അയച്ചുവിട്ട മലങ്കാക്ക മടങ്ങി വന്നില്ല കേട്ടോ, എന്ന പ്രാവ് തിരിച്ചു വന്നത് ഒരു വിടുതലിന്റെ സന്ദേശമായിട്ടാ. ഹല്ലേലൂയ. എന്തെന്നറിയാമോ? ഉയർന്നു കിടക്കുന്ന വെള്ളത്തിന്റെ വരവ് വറ്റിപ്പോയെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു പ്രാവ് വന്നത് പച്ച ഒലിവല തന്റെ ചുണ്ടിൽ കടിച്ചുകൊണ്ടാ വന്നത് എന്നതുപോലെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ അങ്ങനെ ദാസനോടും ദാസിയോടും വ്യക്തമായി വിളിച്ചു പറയുന്നു, നിങ്ങളുടെ മീതെ ചലിക്കുന്ന പൈശാചിക മണ്ഡലത്തെ വെട്ടിമാറ്റാൻ വേണ്ടി ഒരു പ്രാവ് പച്ച ഒലിവലമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരും. കാരണം ഒരു വിടുതലിന്റെ സന്ദേശം നിങ്ങളുടെ അകത്ത് വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. വഴിയടഞ്ഞൊരു അധ്യായം, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. മുമ്പിൽ ചെങ്കടൽ, പിറകിൽ പറവോൻ സൈന്യം, ഇരുസടയിൽ കൂറ്റൻ മലകൾ. രക്ഷപ്പെടുമെന്ന് അറിയാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിനകത്ത് ദൈവികമായൊരു വിടുതലുകൾ അത് ഇന്ന് രാത്രി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പ്രാർത്ഥനയുടെ ആഴം വർദ്ധിക്കട്ടെ. അത്ഭുതങ്ങൾ കുടുംബത്തിനകത്ത് ദൈവാത്മാവ് ചെയ്തെടുക്കുമെന്ന് ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് വിളിച്ചു പറയുകയാ. ഓ രാമന ശമാനഗസി അംധനാലഗസി മഞ്ജുഷ മോളെ ശക്തമായിട്ട് ദൈവാത്മ പറയുന്നു, ഒരു മുള കീറി 4 പുറമാക്കുന്നത് പോലെ നിന്നെ 4 ചുവരിലേക്ക് ഒട്ടിച്ച് കളയാൻ വേണ്ടി പിശാചം നിന്റെ മേൽ ഇട്ട ചില ജീവിച്ചിരിക്കരുത്, നീ നന്നാകരുത്, നീ രക്ഷപ്പെടരുത്, നീ എവിടെ വരെ ഓടുന്ന ഞങ്ങളത് നോക്കട്ടെന്ന് പറഞ്ഞ് പതിയിരുന്നവരുടെ നടുവിൽ അത്ഭുത വിഷയമാക്കി നിന്റെ ജീവിതത്തെ മാറ്റാം ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി നീ മനസ്സിലാക്കണമെന്ന് സൈന്യങ്ങളുടെ ദൈവമായി യഹോവയുടെ അരുളപ്പാടെന്ന് ഇന്ന് രാത്രിയിലും ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. മോളെ ശക്തമായിട്ട് കർത്താവിന്റെ ആത്മാ പറയുന്ന 2-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ മോള് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കണം. അതിനകത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്, ജാതികൾ കലഹിക്കും, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കും.
യഹോവയ്ക്കും തന്റെ അഭിഷേകത്തിന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേക്കും, അധിപതികൾ തമ്മിൽ ആലോചിക്കും, നാം എഴുന്നേറ്റ് അവന്റെ കയറിനെ പൊട്ടിക്കണം. ഒരു ദൂത് ഞാൻ പറയാം മോളെ, നിനക്ക് നേരെ പതിയിരിപ്പ് വരുത്തിയിട്ടുണ്ട്, നിനക്ക് നേരെ അവൻ സാഹസം ഉണ്ടാക്കിയിട്ടുണ്ട്, നിനക്ക് നേരെ കൂട്ടം കൂടി നിന്നെ തകർത്ത് കളയാൻ ആലോചന ഇട്ടവരുണ്ട്. അവരുടെ നടുവിൽ ഒറ്റയ്ക്ക് നിന്ന് പടവെട്ടാൻ ഇന്ന് രാത്രിയിൽ നിന്റെ മേലൊരു അസാധാരണ കൈമാറ്റം ദൈവാത്മാ ചെയ്യാൻ പോവാ. നീ ക്രിസ്തുവുമായിട്ട് അടുക്കുന്നോടും നിനക്ക് കഷ്ടതകൾ ഉണ്ടാകും, പക്ഷെ അതിന്റെ നടുവിൽ ദൈവം നിന്നെ ജയാളിയായിട്ട് പുറത്തു കൊണ്ടുവരുമെന്ന പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. കഴിഞ്ഞ നാളുകളിൽ നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ ദൈവത്തിന് നിന്നെ മാനിക്കാൻ ഒരു പദ്ധതിയുണ്ട് കേട്ടോ. പടവെട്ടിക്കോണം. ശക്തമായ വെല്ലുവിളികളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. അവിടെ നിർത്തത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് വാതുകെട്ടി നീ രക്ഷപ്പെടുന്ന കാണട്ടെ, ഒന്ന് ജീവിക്കുന്ന കാണട്ടെ എന്ന് പറഞ്ഞ് പതിയിരിക്കുന്ന ചില ശക്തികളുണ്ട്. അതിന്റെ നടുവിൽ അത്ഭുത വിഷയമാക്കി ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ ചില കുടുംബങ്ങളിൽ വ്യാപരിക്കുക. ആമേൻ. റാഹേലിനെ ഓർത്തപ്പോൾ വിടുതൽ നടന്നെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചില റാഹേലുമാരെ കർത്താവ് ഓർക്കാൻ പോവാ. എന്നോട് കർത്താവ് പറയുന്നു, ഉദരഫലത്തെ അടച്ചു കെട്ടി ഉദരം തുറക്കാതെ, ഉദരത്തിനകത്തുനിന്ന് തലമുറ പുറത്തു വരാതെ പിശാച് അടച്ച ചിലത് ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയെ പുറത്തു വരാൻ പോവാ. കർമ്മേലിനകത്ത് മുട്ടുമടക്കിയ ഏലിയാവിനെ പോലെ മുട്ടുമടക്കിയ ദൈവത്തിന്റെ ദാസിമാരോട്, ദൈവത്തിന്റെ ദാസന്മാരോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ശക്തമായി വിളിച്ചു പറയുന്നു, ഒരു മഹത്വം നിങ്ങൾ കാണാൻ പോവാ. നിന്റെ തലമുറ പേര് നീ അനുഭവിക്കുന്ന വ്യതകളുണ്ടല്ലോ, നീ അനുഭവിക്കുന്ന ഭാരമുണ്ടല്ലോ, അത് നിന്റെ വിശ്വാസക്കപ്പനെ ഉടച്ചു കളയാൻ, വിശ്വാസക്കപ്പനെ ഉടച്ചുകളെ നീയും തീരണം. അതിനുവേണ്ടി പദ്ധതിയിട്ട ദുരാത്മാവിന്റെ വ്യാപാരം, ഇരുളിന്റെ വ്യാപാരകടം ഇത് ഇന്ന് രാത്രി ജയമെടുക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ജനത്തെ ഇന്ന് രാത്രിയിൽ അതിനായിട്ട് നിവേദിക്കാൻ പോകുക. ആമേൻ, ഹല്ലേലൂയ. തലമുറയ്ക്കെങ്കിലും പ്രയാസം വരുമ്പോഴെങ്കിലും നമ്മൾ ശരിയാകാൻ വേണ്ടി കർത്താവ് ചില തലമുറയ്ക്ക് പ്രയാസം ഇടുന്നേ. രണ്ടാമത്തെ കാര്യം കൂടെ ഞാൻ പറയാം. തലമുറയ്ക്ക് പ്രയാസം ഇടുന്ന നിന്റെ വിശ്വാസക്കപ്പനെ ഉടയ്ക്കാനാ. ഞാനൊരു കാര്യം പറയാം, ആത്മാവിൽ പറയാ. എനിക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ എങ്ങനെങ്കിലും കൊണ്ടു നടക്കും, അല്ലെ? നമ്മൾക്കൊക്കെ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ എങ്ങനെങ്കിലും ഒക്കെ കൊണ്ടു നടക്കും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രയാസം വരട്ടെ, ഉറക്കം കാണത്തില്ല. അവൻ മേശപ്പുറത്ത് നല്ല ഫുഡ് വിളമ്പി വെച്ചാൽ കഴിക്കണമെന്ന് കാണത്തില്ല. കാര്യം എന്റെ തലമുറ പുറത്തു വരണം എന്നുള്ളതാ. ഇന്ന് രാത്രിയിൽ ചില അമ്മമാരോട് കർത്താവിന്റെ ആത്മാവ് രാത്രി പറയുക, ശക്തമായിട്ട് കേൾക്കണേ. ചില തലമുറകൾ ആമേൻ പലപ്പോഴും പിടിക്കപ്പെടുന്നത് നിന്റെ വിശ്വാസത്തെ ഉടച്ചു കളയാനാണെങ്കിൽ വെച്ച് പ്രാർത്ഥിച്ചോ. ചില തലമുറകൾ സ്നാനക്കുളത്തിൽ ഇറങ്ങാൻ പോവാ, ചില തലമുറകൾ പൂർവാധിക ശക്തി പ്രാപിക്കാൻ പോവാ. നീ ഇരിക്കുന്ന പായൽ വന്ന നിന്റെ കൂടെ ഇരുന്ന് ആരാധിക്കാൻ 2025 തീരുന്നതിന് എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ. ദൈവാത്മാവ് നിന്റെ വിഷയത്തിനകത്ത് തീയിറക്കി വിടുവിക്കുന്ന ചില നാളുകളെന്ന് ഈ രാത്രിയിലും പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഗ്രേസിയാന്റി ദൈവാത്മ പറയുന്നു, ചില അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നീണ്ട ദിവസത്തെ പ്രാർത്ഥനയുടെ മഹത്വം ഈ ഗ്രൂപ്പിനകത്ത് ഇറങ്ങി വരണമെന്ന് ആത്മാവ് ഇടപെടുകയാ. ആമേ കർമ്മേന്റെ കൊടുമുടിയിൽ യാക്കോബിന്റെ മക്കളുടെ സംഘയ്ക്കൊത്ത് യാഗപീഠം പണിത് അവൻ രക്ഷ പ്രാപിച്ചതുപോലെ ഒരു വലിയ യാഗപീഠത്തിന്റെ അനുഭവ സത്ത ഇതിനകത്തുണ്ട്. നിലവിളിക്കുന്ന ചിലരെ കർത്താവ് തൊടും, ചിലരെ സുവിശേഷ വേലയ്ക്ക് വാർത്തെടുക്കും, ചില ഉദരങ്ങൾ തുറക്കപ്പെടും. നാളുകളായിട്ട് വിശ്വാസ ഗോളത്തിൽ പോലും ഇല്ലാത്ത തലമുറകൾ അപ്പനും അമ്മയുമായിട്ട് വന്ന് ദൈവത്തെ ആരാധിക്കും. ചിലരെയൊക്കെ സ്നാന കടവിലേക്ക് വലിച്ചിറക്കുന്ന ചില നാളുകളുണ്ട്. ഈ കർമ്മേൽ പ്രാർത്ഥനയ്ക്കകത്ത് അസാധാരണ തീയിറങ്ങി ഇതിനകത്ത് ദഹിക്കാത്ത ചിലതിനെ ദഹിപ്പിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ആത്മമണ്ഡലത്തിന്റെ നീണ്ട ദിവസങ്ങളെ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുകയാ. ആത്മാവിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ആ തലത്തെ ആ ഡേറ്റിനെ ദൈവം ഫിക്സ് ചെയ്യുകയാ. റമന ഹദര ഘടക ജഗന അൽഖദാര വൈദ പ്രവാല ഘടകസിയ ആ മഹത്വം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുന്നുണ്ട് കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, യേശു കർത്താവിന്റെ സുവിശേഷ വേലയിൽ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഒരു ടീം ഉണ്ടായിരുന്നു. കർത്താവിനൊരു ടീം ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. 12 ടീമായിരുന്നു അല്ലേ? അതിനകത്തൊരു യൂത ഉണ്ടായിരുന്നു. ഈ ടീം കൂട്ടുമ്പോൾ ഓർത്തോണം, ഒരു യൂത കാണും അതിനകത്ത്. യൂത ഉണ്ടെങ്കിലേ സൂക്ഷയൊക്കെ വിജയിക്കത്തുള്ളന്നേ. ചില സഭയിലുണ്ടൊരു യൂത കാണും അല്ലേ?
ഞങ്ങളുടെയൊക്കെ നാട്ടിൽ റാന്നി ഭാഷയിൽ പറഞ്ഞാൽ അളിയൻ പരിപ്പ് എന്ന് പറയും. അത് വേഗത്തില്ല, ഒരു പരിപ്പെട്ട ഒരു ചെറിയ സാധനം കാണും, വേഗാത്ത സാധനം കാണും. അപ്പൊ ഒരെണ്ണം വേഗാത്ത ഒക്കെ കാണും, അതുണ്ടെങ്കിൽ ഒരു രസമുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെ പ്രസംഗിച്ചതുപോലെ സ്വത്രം, ഒരു ഹന്നയെ കുത്താൻ ഒരു പെനീന ഉണ്ടെങ്കിൽ ഹന്ന ശക്തമായിട്ട് പ്രാർത്ഥനക്കാരിയാകും, അല്ലേ? നമ്മളെയൊക്കെ കുത്താൻ ആരാണ്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് കൃപയിൽ നിൽക്കുന്നത്. ഞാൻ ആത്മാവിൽ പറയാ, കുത്താൻ ആളുണ്ടെങ്കിൽ നമ്മൾ കൃപയിൽ പുറത്തു വരുമെന്നേ. നമ്മൾക്ക് ആരും കുത്താനില്ലാത്തതുകൊണ്ട് ഇവിടെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് നല്ല പെനീനമാര് വീട്ടിലുണ്ടെങ്കിൽ അവരെ സ്വോത്രം പറഞ്ഞോണം, നാളെയും കുത്താൻ പ്രാർത്ഥിച്ചോണം. നാളെ പ്രാർത്ഥനക്കാരായിട്ട് നിങ്ങൾ പുറത്തു വരണം. ഇതിനകത്ത് ദൈവാത്മ പറയുന്നു, ശക്തമായിട്ട് ശുശ്രൂഷയിൽ ദൈവം ചിലതെ പുറത്തു കൊണ്ടുവരും. അഭിഷേകത്തെ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരും. ഈ കർമ്മേൽ എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷം തോന്നി. ഏലിയാവ് കയറിയ സ്ഥലമാണെങ്കിലും അതിനകത്ത് പോരാട്ടം സഹിച്ച സ്ഥലമാണ്, ഭയങ്കര വെല്ലുവിളി അഭിമുഖീകരിച്ച സ്ഥലമാണ്. അല്ലേ? സ്വോത്രം. അങ്ങോട്ട് കയറിയപ്പോഴാണ് മനസ്സിലായത് 850 വേറെ അപ്പുറത്തുണ്ടായിരുന്നു. ഇവന്മാര് മല്ല് പിടിക്കാൻ തുടങ്ങി. ഇവന്മാര് കളിയാക്കൊരു ചോദ്യമുണ്ട്. സ്വോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവം ഉറങ്ങുമായിരിക്കും. സ്വോത്രം. ചിലർക്ക് അങ്ങനെ ധാരണയുണ്ട് നമ്മുടെ ദൈവം ഉറങ്ങുവാണെന്നേ. സ്വോത്രം. ഹല്ലേലൂയ. പറയാതിരിക്കാനും പറ്റത്തില്ല. ഡിസംബർ ആകുമ്പോൾ ഉണ്ണിയേശു ആകും, ഏപ്രിൽ ആകുമ്പോൾ കെട്ടിത്തൂക്കും, പിന്നെയും ചുമന്നുകൊണ്ട് പോകും. ഇങ്ങനെയൊക്കെയല്ലേ പരിപാടി നടക്കുന്നത്. ആമേൻ. സ്വോത്രം. അതുകൊണ്ട് നിങ്ങളുടെ ദൈവം ഉറങ്ങുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കളിയാക്കി. പക്ഷെ ഇത്രയൊക്കെ കളിയാക്കിയിട്ടും ദൈവദാസൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ ഉച്ചയായപ്പോൾ ദൈവദാസന്റെ പ്രാർത്ഥന ആരംഭിച്ചു. അതിനർത്ഥം ഉച്ച വരെ പിശാചെ നീ വർത്താനം പറഞ്ഞോണം, ഉച്ച കഴിഞ്ഞ് എന്റെ സമയമാണ്. നല്ല രാമയും പറഞ്ഞാട്ടെ. ഉച്ചയായപ്പോൾ ദൈവദാസൻ വാ തുറന്നു. പിന്നെ നമുക്കൊരു കാര്യമുണ്ട്, അവര് വാ തുറക്കുമ്പോൾ നമ്മളും അങ്ങ് തുറക്കും. അതാ ഇപ്പം പ്രശ്നം. അവര് എന്തെങ്കിലും പറഞ്ഞോട്ടെ, അവര് ചെയ്യേണ്ടതൊക്കെ ചെയ്യട്ടെ. അവസാനം ദൈവം നമുക്കൊരു സീസൺ ഒരുക്കും. ആ സീസണിൽ നമ്മൾ പ്രാർത്ഥന ആരംഭിക്കും. തീ ഇറക്കേണ്ടിടത്ത് തീ ഇറക്കും. നല്ല രാമയും പറഞ്ഞാട്ടെ. ഒറ്റപ്പെട്ട ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ചിലരെ വേർതിരിക്കാൻ. ഗ്രേസി ആന്റി, ഞാൻ ആത്മാവിൽ പിന്നെ വിരളി ചൂണ്ടുകയാണ്. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാൽ കൃപയ്ക്കകത്ത് നിന്നോ ചിലരെ തമ്പുരാൻ കൂട്ടിച്ചേർക്കാൻ പോവാ. ബാലിന്റെ പ്രവാചകന്മാർക്ക് മുഴങ്കാലം മടക്കാത്ത ചിലതിനെ ദൈവം കൊടുക്കാൻ കാര്യം ഒറ്റയ്ക്ക് നിന്ന് മിനിസ്റ്റർ ചെയ്തത് കൊണ്ടാ. മിനിസ്ട്രി അകത്തുണ്ടെങ്കിൽ പോരാട്ടമുണ്ട് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ജയമെടുക്കുകയാ. മിനിസ്ട്രി അകത്തുണ്ടെങ്കിൽ പോരാട്ടമുണ്ട്. പോരാട്ടമുള്ളത് മാത്രമേ വളരത്തുള്ളൂ. പോരാട്ടത്തിനകത്താണോ നിൽക്കുന്നത്, ശക്തിയോടെ പുറത്തു വരാൻ സാധിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ കര ബിന്ദു എന്ന് പറയുന്ന ഐഡി ആ ദൈവദാസി ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ടെ. മകളെ, കർത്താവ് നിന്നെ അധികമായി സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെടാൻ പോകുക. ലോക മനുഷ്യന് വേണ്ട കേട്ടോ. സമൂഹത്തിന് വേണ്ട, കൂടിപ്പിറപ്പുകൾക്ക് വേണ്ട. പക്ഷെ കർത്താവ് പറയുന്നു, കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുപോകുന്ന ഒരു അത്ഭുത വിഷയമാക്കി ദൈവം മാറ്റുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. മോനി ബാബു ആന്റി പ്രാർത്ഥിച്ചാട്ടെ. തലമുറയെ ഈ വർഷം ഒരു അത്ഭുത വിഷയമാക്കി ദൈവം മാറ്റും കേട്ടോ. യേശുവിന്റെ നാമത്തെ തകർത്ത് കളഞ്ഞ് ശവപ്പെട്ടിക്കകത്താക്കി ബോഡി വീട്ടിൽ വരാനാ പിശാചൊരുക്കുന്ന കളമെങ്കിൽ അതിനെ വെട്ടി പ്രാർത്ഥിക്കുക. ഒരു ദൈവാത്മാവിന്റെ ദൂത് കൈമാറുകയാ. ഉയര് തന്നവനറിയാം, ആയുസ് തന്നവനറിയാം എവിടെ വരെ ഓടിക്കണമെന്ന്. ഇന്ന് രാത്രി ആ മഹത്വം കുടുംബത്തിൽ ചലിക്കുന്നുണ്ട്. തലമുടെ ശാപം കാണാനല്ല, തലമുടെ അനർത്ഥം കാണാനല്ല, അവന്റെ ജയം കാണാൻ ആയുസിട്ട ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. ഒരു നയൻ പട്ടണത്തെ വിധവ നമുക്കറിയാമല്ലോ. അവളുടെ അവസ്ഥ എന്ന് പറയുന്നത് കൂടെ നിൽക്കാൻ അവിടെ മോൻ മാത്രമേ ഉള്ളായിരുന്നു, കൂടിപ്പിറപ്പുകൾ ആരുമില്ലായിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ മകന്റെ ശവം കണ്ടപ്പോൾ അവൾ തകർന്നു പോയി. പക്ഷെ തമ്പുരാൻ പറഞ്ഞ, മകളെ നീ കരയണ്ട, നിനക്ക് നഷ്ടപ്പെട്ടതിനെ നിന്റെ മടി ഞാൻ മടക്കി തരും. മോനി ബാബു തിരുവല്ല ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ. ചിലത് മടക്കി തരുന്ന നാളുകളാ കേട്ടോ. നഷ്ടപ്പെട്ടു എന്ന് വിധി പറഞ്ഞ ചിലതിനെ തലമുറയെ മടക്കി തന്ന് ഒരു അത്ഭുത വിഷയമാക്കി ഞാൻ മാറ്റുമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥി. റാമയിൽ റാഹേൽ നിലവിളിച്ചതുപോലെ ഒന്ന് നിലവിളിക്കാൻ തയ്യാറാക്ക്. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങൾ ഉയർത്തൊരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാനും ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി ദൈവത്തോട് ആലോചന ചോദിക്കുന്നുണ്ടേ. ഞാനും ചോദിച്ചപ്പോൾ എനിക്കും ദൈവം തന്ന ഒരു വലിയ നിയോഗം എന്ന് പറയുന്നത് ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കാനാ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ദൈവത്തോട്, ഞാനിങ്ങനെ യാത്രയിലായിരുന്നു. കഴിഞ്ഞ പകൽ യാത്ര ചെയ്തപ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് ചോദിച്ചു,
എനിക്കങ്ങ് തോന്നും, അല്ലെ നമുക്കങ്ങ് തോന്നും നമ്മൾ ഏതോ ആയെന്ന്. പക്ഷെ തമ്പുരാന് പറയാനുള്ളത് നീ ഒന്നും ആയിട്ടില്ല, നീ അല്പം കൂടെ റെഡിയാകാനുണ്ട്. നല്ലൊരു ആമേൻ പറയാമോ? ഹല്ലേലൂയ. ഞാൻ എന്നോട് തന്നെ പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കുറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ അല്പം ഒന്ന് കുറഞ്ഞു കൊടുത്താലുണ്ടല്ലോ, തമ്പുരാൻ നമ്മെ വാലിയവനാക്കി പുറത്തു കൊണ്ടുവരുമെന്ന് യോഹന്നാൻ പറഞ്ഞു. കർത്താവേ, നീയോ എന്നിൽ വളരണം, ഞാനോ കുറയണം. എത്ര പേര് ഇന്ന് രാത്രിയിൽ കർമ്മേലി വന്ന ദൈവമക്കൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ഇന്ന് രാത്രി നിങ്ങളോട് ഇടപെടുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമാക്കാൻ പോവാ. സജി പ്രാർത്ഥിച്ചാട്ട. മകളെ കർത്താവ് അത്ഭുതമാക്കും കേട്ടോ, മകളെ കർത്താവ് അത്ഭുതമാക്കും, അത്ഭുതകരമായ വിടുതലായിരിക്കും. ചില ശാപത്തിൽ നിന്ന്, ചില പോരാട്ടത്തിൽ നിന്ന്, ചില കെട്ടിനകത്തുനിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്ന് കർത്താവിന് രാത്രി അത്ഭുതമാക്കാം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ തലമുറ അത്ഭുതമാകും. എന്റെ ആൻസി ജോയ് പ്രാർത്ഥിച്ചാട്ടെ, എന്റെ തലമുറ അത്ഭുതമാകാമോ, എന്റെ തലമുറ അത്ഭുതമാകുമ്പോ. ഫേബ പ്രാർത്ഥിച്ചാട്ടെ, മകളെ നീ ഒരു അത്ഭുതമാ. കർത്താവ് അങ്ങനെ ഇടപെടുന്നത്. ഫേബ ഒരു അത്ഭുതമാ, ഫേബ ഒരു അത്ഭുതമാ. ഫേബ, നിങ്ങളെ ആർക്കും വേണ്ട, നിങ്ങളെ ആർക്കും വേണ്ട. നിങ്ങൾ ആമേൻ സ്വതന്ത്ര തേർഡ് പാർട്ടി എന്ന് പറയുന്നവരുണ്ട്, നിങ്ങളെ കൊള്ളിൽ എന്ന് പറയുന്നവരുണ്ട്. കർത്താവ് പറയുന്ന മകളെ, നിങ്ങളെ ദൈവവേലയ്ക്ക് ഉപയോഗിക്കുമ്പോൾ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി കാലഘട്ടത്തിനകത്ത് ഒരു ശബ്ദമായി നിങ്ങൾ ഉപയോഗിക്കാൻ പോകുക ദൈവാത്മാവ്. ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് ശക്തമായി പറയുന്നു, നിങ്ങളെ ഒരു അത്ഭുതമാക്കി പുറത്തു കൊണ്ടുവരാ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പറയുന്നു, ആമേൻ ആമേ, വലിയൊരു കാര്യം ദൈവാത്മാവ് നമ്മുടെ രാജ്യതലങ്ങളിൽ വെളിപ്പെടുത്താൻ പോവാ. ആമേ ആമേ. 1 ശമൂവേൽ പുസ്തകം 3-10 വാക്യത്തിൽ വരുമ്പോൾ, ഇസ്രായേലിൽ ഞാനൊരു കാര്യം ചെയ്യും, ഇത് കേൾക്കുന്നവന്റെ ചെവി 2 മുഴങ്ങും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന പട്ടണത്തെ കർത്താവ് ഈ ദിവസങ്ങളിൽ നീ ഇളക്കാൻ പോവാ കേട്ടോ. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നു, ഞാൻ കേൾക്കുന്നു കോവിഡൊക്കെ വന്നു തുടങ്ങിയെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അല്ലേ? കോവിഡ് വരുമ്പോൾ എല്ലാം പേടിച്ച് ആകപ്പാടെ അകത്തിരുന്ന സ്തോത്രം ഗ്ലോറി ഒന്നും ഇല്ലാതിരിക്കാനാ പിശാചിന്റെ പരിപാടിയെങ്കിലും ഓർത്തോണ്ട് എന്തെല്ലാം വന്നാലും കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന ഒരു കൂട്ടത്തെ കർത്താവ് ഇന്ന് രാത്രി തെരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിലും ഞാൻ ആത്മാവിലെ രാത്രി ജയമെടുക്കുന്നു. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാമോ? നിങ്ങൾക്ക് വേണ്ടി ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മ പറയുന്നു, ചിലരെ ആമേ വേലയ്ക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരാൻ പോവാ. സന്തതിയുടെ വിഷയത്തിനകത്ത് ദൈവികമാന്നൊരു വിടുതലുകൾ ഇന്ന് രാത്രി നടക്കുന്നു. സിന്ധുഗിരി പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മകളെ ഈ രാത്രി നിങ്ങളെ തൊടുകയാ. പരിശുദ്ധന്റെ കരം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാ. അസാധാരണമായിരിക്കുന്ന ഒരു ദൈവിക വിടുതലുകൾ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് ചെയ്യുകയാ. സുനിത പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നിങ്ങളുടെ പ്രത്യേകമായ വിഷയത്തെ അനോയിന്റിങ് ചെയ്യുന്നു, തൊടുകയാ. റമനഗദന റമനഗഡഗസി ആംധൽഖമാനഗസിയ അർത്ഥനഗഡഗ ജാനാലഗസി ആംധനാലഗസി. ഇന്ന് രാത്രിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? റാമിലൊരു ശബ്ദം കേൾക്കുന്നു. ഓ റബല ഹദനഗസിയ. ആമേ, ഒരു വലിയ നിലവിളി കേൾക്കുന്നു. അത് മറ്റൊന്നിനോർത്ത് നിലവിളിക്കുകയല്ല, ഒരു തലമുറയോർത്ത് നിലവിളിക്കാൻ, ഒരു തലമുറയോർത്ത് നിലവിളിക്കാൻ. റാഹേലിനെ ദൈവം ഓർത്തെന്ന അല്ലേ? റാഹേലിനെ ദൈവം ഓർത്തപ്പോ 2 വിടുതല നടന്നേ. ദൈവം അവളുടെ ഗർഭത്തെ തുറന്നു. അവിടെ നിന്ന് മാറാൻ വേണ്ടി ദൈവം ഒരു യോസഫിനെ കൊടുത്തു. നല്ലൊരു ആമേൻ പറയാമോ? ആമേ. ദൈവം അവിടെ ഗർഭത്തെ തുറന്നിട്ട്, ഹല്ലേലൂയ, ആമേ, ദൈവം അവൾക്കൊരു യോസഫിനെ കൊടുത്തു. ആമേ. പ്രാർത്ഥന വിഷയം പറഞ്ഞ ബീന സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ മകളെ, ഇന്ന് രാത്രി ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ കരുതൽ നിങ്ങളുടെ മേലുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേലുണ്ട്. റാഹേലിനെ ഓർത്തതയുള്ളൂ വിടുതൽ അവിടെ സംഭവിച്ചെങ്കിൽ തമ്പുരാൻ ബീന സിസ്റ്റർ നിങ്ങളെ ഓർക്കുന്നു. ദൈവം നിങ്ങളെ ഓർക്കുന്നു. നിങ്ങളുടെ അവസ്ഥകളെ കർത്താവ് കാണുന്നു. ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു യോസഫിനെ കരുതി വെച്ചിട്ടുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു യോഹന്നാനെ കരുതി വെച്ചിട്ടുണ്ട്. ദൈവം നിങ്ങൾക്ക് ഒരു വാഗ്ദത്ത തലമുറ കരുതി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവരെല്ലാവരും ഈ രാത്രി പ്രാർത്ഥിച്ചാട്ടെ. എന്റെ കർത്താവ് ഇന്ന് രാത്രിയിൽ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവാ. തലമുറയില്ലാത്തവരെ പ്രാർത്ഥിച്ചാട്ടെ, ഒരു തലമുറ എനിക്കുണ്ടാകട്ടെ. ആമേ. തലമുറ കിട്ടിയവരെ പ്രാർത്ഥിച്ചാട്ടെ. അവരെ ഹൈ സ്റ്റഡിക്ക് വേണ്ടി, അവരെ ഭാവിക്ക് വേണ്ടി, അവരെ വിവാഹത്തിന് വേണ്ടി, അവരെ സ്നാനത്തിന് വേണ്ടി, അവരെ കൃപയ്ക്ക് വേണ്ടി എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്? ചങ്ങലകൾ പൊട്ടുന്ന ഒരു ആരാധന രാത്രി നടക്കട്ടെ. അന്ധകാരങ്ങളെ പൊട്ടിക്കുന്ന ഒരു ആരാധന ഇന്ന് രാത്രി നടക്കട്ടെ. പൈശാചിക മണ്ഡലങ്ങളെ പൊട്ടിക്കുന്ന ഒരു ശക്തിയുടെ ആരാധന. റാമനഗഡഗജനഗസി. നീ ഒരു സാധാരണക്കാരിയെന്ന് ഒരുപക്ഷെ നിനക്ക് തോന്നും. പക്ഷെ ദൈവം നിന്നെ ഒരു അഭിഷക്തയാക്കി പുറത്തു കൊണ്ടുവരാൻ പോവാ.
ചിന്തകളെല്ലാം ദൈവത്തിന്റെ ചിന്തകൾ. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ ദൈവം തന്നെ അത്ഭുതമാക്കി ഒരു അടയാളമാക്കി ഇന്ന് രാത്രി മാനിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാൽ തലമുറയെ തകർത്ത് കളയാൻ വേണ്ടി ദുഷ്ടപിശാച് ഹെരോദാവിന്റെ ഭാഷണത്തിൽ കടന്നു വരുമ്പോ ദൈവാത്മ പറയുന്നു, കർത്താവേ ആമേ, ഒരു നിലവിളി കേട്ടു. ഭക്തന്മാരൊരു നിലവിളി കേട്ട നിലവിളി റാഹേലിന്റെ നിലവിളിയായിരുന്നു കേട്ടോ. ലൂസി ജോസ് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തെ ദൈവം തൊടാൻ പോകുക. ദൈവം നിങ്ങളുടെ അവസ്ഥകളെ തൊടാൻ പോയ മിനി സാം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ മകളെ ഇന്ന് രാത്രി ദൈവം നിങ്ങളെ തൊടുകയാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് രാത്രി നിങ്ങളെ തൊടുകയാ. അസാധാരണമായിരിക്കുന്ന ദൈവിക വിടുതലുകൾ ഇന്ന് രാത്രിയിലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് ചെയ്തിട്ട് നിങ്ങളുടെ തലമുറയും നിങ്ങൾ പോലും ചിന്തിക്കുന്നതിനേക്കാൾ, നിങ്ങൾ പോലും നനയ്ക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായി നിങ്ങളുടെ മകനെ, നിങ്ങളുടെ മകളെ അത്ഭുതമാക്കി മാറ്റാൻ ദൈവം പദ്ധതി ഇടുന്നുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടി ഈ രാത്രി ജനം ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ഫാദർ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രി കടന്നു വന്ന ജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അത്ഭുതകരമായൊരു വിടുതൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൽ ചെയ്യേണ്ടതിനായി അഭിഷേകത്തോടെ ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി വിടുതൽ സംഭവിക്കട്ടെ. ചില ദൈവിക പ്രവൃത്തി നടക്കരുത്. കർമ്മേലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസി ആമേ ഗ്രേസിയാന്റേക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസിയെ കൃപയോടെ നിർത്തണമേ. ഒത്തിരി കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രതികൂലങ്ങളും സഹിച്ചാണ് ഈ മീറ്റിംഗ് നടത്തുന്നത്. എന്നാൽ കർത്താവെ ഒരു അത്ഭുത വിഷയമാക്കി ദൈവം മാറ്റേണ്ടതിനായി ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ സ്തോത്രം പറയുന്നു. കർത്താവിന് അത്ഭുതം എടുക്കണം, വിടുതലയക്കണം. ഈ ദിവസങ്ങളിൽ ഒരു വലിയ സാന്നിധ്യം കൊണ്ട് ദൈവം ഞങ്ങളുടെ ദാസിയെ കുടുംബത്തെ നിറയ്ക്കണമേ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മയ്ക്ക് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. റാഹേൽ നിലവിളിച്ചവർ ഉറക്കെ നിലവിളിക്കാം. നമ്മുടെ തലമുറ അഭിഷേകത്തിനകത്ത് അസാധാരണ വിടുതൽ നടക്കട്ടെ. ദൈവം നമ്മെ വചനങ്ങളാൽ സഹായിക്കട്ടെ. സമയം കർത്തദാസിക്ക് കർത്തദാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. കർത്താവ് ഏവരും സഹായിക്കട്ടെ. പ്രാർത്ഥനയിൽ പരസ്പരം നമുക്ക് ഓർക്കാം. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. മൈ ഗോഡ് ബ്ലെസ് യു. മാറാം നാഥ. ആമേൻ. ജോൺസൺ ബ്രദറെ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ദൈവദിനത്തിന് മുൻപാകെ നമ്മളായിരുന്നല്ലോ. ദൈവദാസനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി ആളുകൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താണ് പാസ്റ്ററെ ഞങ്ങളുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിലൊന്ന് കയറ്റണമെന്ന്. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ കർത്താവ് കൊണ്ടുവന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾക്ക് എല്ലാവർക്കും ഇന്നൊരു വിടുതലിന്റെ രാത്രിയായിരുന്നു എന്ന്. ദൈവദാസനായിരിക്കുന്ന പട്ടണത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. റാഹേൽ മക്കളില്ലായകയാൽ ആശ്വാസം കൊണ്ടില്ല, അവൾ നിലവിളിച്ചു. ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും നമ്മുടെ തലമുറകളെ ദൈവസന്നിധിയിൽ കൊടുത്ത് നമുക്ക് നിലവിളിക്കാൻ രാക്കാലങ്ങളിൽ രാമാരംഭത്തിലൊക്കെയും ഹന്നായെ പോലെ ഹാഗാറിനെ പോലെ നിലവിളിക്കാൻ തക്കവണ്ണം ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവവചനം സംസാരിച്ച ദൈവദാസനെ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ. ആയിരിക്കുന്ന രാജ്യത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. കുടുംബമായി ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററെ ആശീർവാദം കൂടെ പറയണേ. സാഹചര്യം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൽ കയറണമേ എന്ന് ദൈവനാമത്തില് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് പുതുതായി കയറി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജബിൻ ബ്രദറെ പ്രാർത്ഥിച്ച് പാസ്റ്റർ ആശീർവാദം പറയും. ദൈവാസം പ്രാർത്ഥിക്കട്ടെ. പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കാം. എനിക്ക് കാണുന്നില്ല. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നും അങ്ങയുടെ പാദാതികെ ഇരിപ്പാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ ആത്മാവിനാൽ കർത്താവെ തുടങ്ങുവാനും അങ്ങയുടെ ആത്മാവിൽ ശുശ്രൂഷകൾ അനുഭവിപ്പാനും ദൈവത്തിനാത്മാവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷകൾക്കായി ദൈവദാസന്മാരെ ദൈവം ബലപ്പെടുത്തനായി സ്തുതിക്കുന്നു. വചന ശുശ്രൂഷകൾക്കായി ഞങ്ങളുടെ ഭക്തനെ ബലപ്പെടുത്തനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ഇടയിൽ അങ്ങ് പകർന്ന സൗഖ്യങ്ങളെ, അങ്ങ് പകർന്നതായ ആമേൻ വിടുതലുകളെ ആമേൻ നിലനിർത്തുവാൻ വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, പ്രത്യാശയോടെ, ദൈവസ്നേഹത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സമർപ്പിക്കുകയാകുന്ന കർത്താവെ, ഞങ്ങളുടെ വാക്കിനാലോ നോട്ടത്താലോ ചിന്തയാലോ സ്തോത്ര ദൈവിക അനുഗ്രഹങ്ങൾ ആമേൻ മറിഞ്ഞു പോകാതെ ആമേൻ വിശ്വസ്തയോടെ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ആമേൻ ശുശ്രൂഷ എല്ലാവരെയും
ഞങ്ങളുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുകയാകുന്നു കർത്താവെ. വരുന്ന ദിവസങ്ങൾ നടക്കുന്ന സൂം മീറ്റിങ്ങുകൾക്കായി സ്തുതിക്കുന്നു. ആമേ കടന്നു വന്ന് ശുശ്രൂഷിപ്പാനുള്ളവർ, ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നവർ, അതൊക്കെ നന്നായി ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പുത്രന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു കർത്താവെ. സ്തോത്രം. ഇന്നലേക്കാൾ അധികം ഒന്നും കൂടി ഒരുങ്ങി, അല്പം കൂടി പ്രത്യാശയോടെ, അല്പം കൂടി വിശുദ്ധിയോടെ, അല്പം കൂടി വിശ്വസ്തയോടെ, സ്തോത്രം ദൈവം ഞങ്ങളുടെ ആദ്യ സ്നേഹത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ വചനങ്ങളിൽ പിന്നെയും അനുഷ്ഠിപ്പാനുള്ളത്, അനുസരിപ്പാനുള്ളത്, പ്രമാണിച്ച് നടക്കുവാനുള്ളത്, സ്നേഹിപ്പാനുള്ളത് കർത്താവെ പിന്നെയും മുറുകെ പിടിച്ച് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. പുത്രന്റെ വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേട്ട് ഉത്തരമരുളണം പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ജയ്സൺ പാസ്റ്റർ. യെസ്, ആശീർവാദം പറയണല്ലേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ പറഞ്ഞ ദൂതുകളെല്ലാം എന്റെ ജീവിതത്തിൽ നിറവേറി. ജനുവരി 1 മുതൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തി. എന്റെ ഹസ്ബൻഡാണ് സാംകുട്ടി കെ, ദുബൈയിലെ. ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ആമേൻ. ജീസസ്. പാസ്റ്റർ ആശീർവാദം കൂടെ. ദൈവാസന കേൾക്കത്തില്ല. ഇപ്പൊ ആശീർവാദം പറയട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനാം യേശുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ആശ്വാസവും നാം എല്ലാവരോടും കൂടെയും ഇന്ന് സൃഷ്ടിച്ച ദൈവാസനോട് കൂടെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു പാസ്റ്റർ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഗുഡ് നൈറ്റ് ഓൾ. നാളെ കാണുന്നവരെയും കർത്താവ് എല്ലാവരെയും ചിറകടി സൂക്ഷിക്കട്ടെ. ശുഭരാത്രി. ആമേൻ. ആമേൻ, ആമേൻ.